സോ വെൽക്കം എവരി വൺ. എക്സൽ ബിഗിനേഴ്സ് ഗൈഡിന്റെ ലെവൽ 1 തന്നെയാണ്, ബേസിക്സ് തന്നെയാണ്. അതിന്റെ സെക്ഷൻ 2 ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. സോ നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ബേസിക്സ്, എക്സലിന്റെ ബേസിക്സ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യുന്നു. കാര്യം ബേസിക് എന്ന് പറയുന്ന ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതിലേക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ എൻ്റെ മുമ്പുള്ള വീഡിയോ അല്ലെങ്കിൽ ആദ്യത്തെ സെഷൻ കണ്ടിട്ടില്ലാത്തവർ ആദ്യത്തെ സെഷൻ കാണുക. ഈ രണ്ട് സെഷനും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സലിന്റെ ഒരു ബേസിക് അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം എനിക്കിവിടെ ഡിസ്പ്ലേ കിട്ടുന്നില്ല. ഐ തിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ കാണാൻ കഴിയുന്നുണ്ടോ ഇപ്പം ഞാൻ പറയുന്നത്? കാര്യം ഇതില് ഡിസ്പ്ലേ വരുന്നില്ല. കഴിയുന്നുണ്ടോ? പോയി അല്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ, സോറി, ഡിസ്റ്റർബൻസിന് സോറി. കാര്യം ഇവിടെ എനിക്ക് ആ ഡിസ്പ്ലേ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതാണ്. ഓക്കെ, സോ എക്സൽ ബിഗിനേഴ്സ് ഗൈഡ് എന്ന് പറയുന്നതിന്റെ ലെവൽ 2 എന്ന് പറയുന്ന സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഓവർവ്യൂ ആണ് ആദ്യം നടക്കുന്നത്. സോ ഫസ്റ്റ്, ഇൻസെർട്ട് ഇമേജ് ആൻഡ് ഷേപ്പ്. ഒരു എക്സൽ വർക്ക് ബുക്കിലോട്ട് അല്ലെങ്കിൽ വർക്ക്ഷീറ്റിലോട്ട് എങ്ങനെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഷേപ്പ്, അതല്ലെന്നുണ്ടെങ്കിൽ സ്മാർട്ട് പോലെയുള്ള കാര്യങ്ങൾ ഇൻസെർട്ട് ചെയ്യാന്നുള്ളതാണ് ഒരെണ്ണം. അതുപോലെ ബേസിക് ചാർട്ട്സ്, ബേസിക് ആയിട്ടുള്ള കോളം പൈ ചാർട്ട്, ഈ രണ്ട് ചാർട്ടിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. കോളം പൈ ചാർട്ട്, ഇത് എങ്ങനെ നമുക്ക് ഈ ചാർട്ടിൽ അല്ലെങ്കിൽ എക്സലിലോട്ട് എങ്ങനെ കൊണ്ടുവരാം, എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ അത് ഫോർമാറ്റ് ചെയ്യാം എന്നുള്ള കാര്യം. അതുപോലെ എക്സൽ ലിസ്റ്റ് ആൻഡ് ഓപ്പറേഷൻസ്, വളരെ പ്രധാനപ്പെട്ടത് എക്സൽ ലിസ്റ്റ്. ഞാൻ ആ ലിസ്റ്റ് എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ് എക്സൽ. എക്സൽ എന്ന് പറയുന്നത് ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുക. ഇതാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സൽ. അപ്പൊ അതിനകത്ത് ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ആണ്. നമ്മുടെ ഡേറ്റാസ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ. അപ്പൊ ആ എങ്ങനെയാണ് ഒരു എക്സൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എക്സൽ ലിസ്റ്റ് ആൻഡ് ഓപ്പറേഷൻസ് എന്നുള്ളതിൽ പഠിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ, ഈ 3 കാര്യങ്ങൾ കുറച്ച് സമയമെടുക്കും, ഈ 3 കാര്യങ്ങളാണെങ്കിൽ പോലും ഈ 3 കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ, നാളത്തെ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് എക്സൽ ലിസ്റ്റിനകത്തുള്ള ഫങ്ഷൻസ്, എക്സൽ ഡേറ്റ വാലിഡേഷൻ, എക്സൽ പിവോട്ട് ടേബിൾസ് ആൻഡ് പവർ പിവോട്ട് ടേബിൾസ്, മാനേജിങ് ലാർജ് സെറ്റ്സ് ഓഫ് എക്സൽ ഡേറ്റ, ഈ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അടുത്ത നാളെ മുതലുള്ളത് ലെവൽ 2 വീഡിയോസ് ആണ്. മീൻസ് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്ന വീഡിയോസ് ആണ് നാളെ മുതൽ നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻസെർട്ടിങ് ഇമേജസ് ആൻഡ് ഷേപ്സ്. ഞാൻ എക്സൽ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, സോ എക്സൽ ഞാൻ ഇതൊന്നും ആവർത്തിക്കുന്നില്ല. സോ അറിയാത്തവര് ആദ്യത്തെ വീഡിയോ കാണും. എക്സൽ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ അതിനകത്ത് എൻ്റെ ഇന്നലെ സേവ് ചെയ്ത മൈ ഹോം ബഡ്ജറ്റ് എന്ന് പറയുന്ന ഫയൽ എടുക്കും. ഓൾറെഡി ഇന്നലെ നമ്മൾ ചെയ്തിട്ട ഒരു വർക്ക് ബുക്ക് ആണ് മൈ ഹോം ബഡ്ജറ്റ് എന്ന് പറയുന്ന ഫയല്. സോ അതിനകത്ത് ഓൾറെഡി കുറച്ച് ഡേറ്റാസ് ഉണ്ട്. സോ ഈ ഡേറ്റാസ് വെച്ചുകൊണ്ട് ചെയ്യാം, അല്ലാതെ ചെയ്യാം, ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. സോ ഹൗ ടു ഇൻസെർട്ട് ആൻ ഇമേജ്, ആ പേരിൽ തന്നെ ഉണ്ട് ഇൻസെർട്ട്.
എങ്ങനെ നമുക്ക് ഇമേജ് ചെയ്യാം? അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന ആ ഓപ്ഷൻ അല്ലെങ്കിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ പോയി വേണം നമ്മൾ എന്ത് കാര്യവും എക്സൽ ഷീറ്റിലോട്ട് അല്ലെങ്കിൽ എക്സൽ വർക്ക് ബുക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. സോ ഞാൻ പോകുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ടാബിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലോട്ടാണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. സോ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലോട്ടാണ് പോകേണ്ടത്. ഹോം കഴിഞ്ഞ് ഇൻസേർട്ട്. സോ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു റിബൺ ഓപ്പൺ ആയി വരും. ആ റിബണിനകത്ത് ഒരുപാട് റിബൺ ഗ്രൂപ്പ്സ് ഉണ്ട്. ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ആഡിൻസ്, ചാർട്ട്സ്, സ്പാർക്ക് ലൈൻസ്, ഫിൽറ്റേഴ്സ്, ലിങ്ക്സ്, സിംബൽസ്, ഇതേപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു റിബൺ ഗ്രൂപ്പാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പിക്ചേഴ്സ്, ഷെയ്ഡ്സ്, ഐക്കൺസ്, 3D മോഡൽ, സ്മാർട്ട് ആർട്ട്, സ്ക്രീൻഷോട്ട് മുതലായവ വർക്ക് ബുക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിലേക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ കാണുന്ന ഇത്രയും ഓപ്ഷൻസ് മാത്രമാണ് അതിനകത്തുള്ളത്. അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ഒരു ലോഞ്ച് ബോക്സ് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ. സോ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം നമുക്ക്. ഓക്കെ. സോ അതിനുവേണ്ടി ഞാൻ ഈ പിക്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. പിക്ചർ ഇൻസേർട്ടിനകത്ത് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിനകത്ത് പിക്ചേഴ്സിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ദിസ് ഡിവൈസ്. എന്താണ് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡിവൈസ് അല്ലെങ്കിൽ എന്റെ കമ്പ്യൂട്ടർ. അപ്പൊ എന്റെ കമ്പ്യൂട്ടറിന് ഉള്ളിലുള്ള ഒരു ഇമേജ് ആണ് എനിക്ക് എടുക്കേണ്ടതെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ആണ് ഈ പറഞ്ഞ ദിസ് ഡിവൈസ്. അതുപോലെ ഇപ്പോ മൈക്രോസോഫ്റ്റ് തന്നെ ഓൺലൈനിലൂടെ ക്ലിപ്പാർട്സും ഇമേജസും ഒക്കെ ഡയറക്ട്ലി അവിടെ നിന്ന് എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആ ഓപ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കേണ്ടതാണ് ഈ ഓൺലൈൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആദ്യം ദിസ് ഡിവൈസ് എന്റെ കമ്പ്യൂട്ടറിനുള്ളിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് എന്റെ വർക്ക് ബുക്കിനുള്ളിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ കഴിയുന്നത്. സോ ദിസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഓൾറെഡി ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ആയി. അതിനകത്ത് ഞാൻ ഡെസ്റ്റിനേഷൻ ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത മൈ എക്സൽ ട്യൂട്ടോറിയലിനകത്ത് ഞാൻ കുറച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എക്സൽ ട്യൂട്ടോറിയലിനകത്ത്. അപ്പൊ ഈ എക്സൽ ട്യൂട്ടോറിയലിനകത്ത് എനിക്ക് വേണ്ട ഇമേജ് ഞാൻ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു PNG ഇമേജ് ഗൂഗിളിൽ നിന്ന് സേവ് ചെയ്ത് ഞാൻ ചെയ്തിരിക്കുക. ഓക്കെ. PNG ഇമേജ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള PNG ഇമേജ് നിങ്ങൾ ഗൂഗിളിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ആയിരിക്കും, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. അപ്പൊ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട്. ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഇമേജ് എൻ്റെ എക്സൽ വർക്ക് ബുക്കിലോട്ട് വന്നു. സോ അത് എവിടെയാണ് വന്നിരിക്കുന്നത് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ആ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അതുപോലെ ആ ഇമേജിന്റെ കോർണേഴ്സിൽ വരുന്ന ഈ വൈറ്റ് കളർ ഡോട്ട്, ഓക്കെ, ഈ വൈറ്റ് കളർ ഡോട്ടിന്റെ അവിടെ മൗസ് കൊണ്ടുവരുമ്പോൾ കണ്ടോ മാറുന്നത്, അതിന്റെ സൈസ്, അതിന്റെ വലിപ്പ ചെറുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ. നമ്മൾ സാധാരണ പുറത്ത് വയ്ക്കുമ്പോൾ അതിനെ മൂവ് ചെയ്യാനാണ് പറ്റുന്നത്. അതേസമയം അതിന്റെ ഏറ്റവും കോർണറുകളിൽ, അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ
മിഡിലില് ഇതേപോലുള്ള ഈ വൈറ്റ് കളർ സർക്കിളിലോട്ട് നമ്മൾ മൗസ് കൊണ്ടുവരുന്ന കഴിയുമ്പോൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള അതിനെ വലുതാക്കാനും ചെറുതാക്കാനും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണത്. ആ ഓപ്ഷനിൽ വന്നതിന് ശേഷം മാത്രം മൗസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിനെ ചെറുതാക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ അതിനെ നല്ല രീതിയിൽ ഒന്ന് ചെറുതാക്കി അതിനെ മൂവ് ചെയ്ത് ഞാൻ വെച്ചു, ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് അത് ഇൻസേർട്ട് ചെയ്യാൻ താല്പര്യം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വളരെ ചെറുതാക്കും. അതിന് മുമ്പായിട്ട് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറിനെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഈ ഒരു പിക്ചറിനെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ ഒരു ടൂൾ. അപ്പൊ ഞാൻ വീണ്ടും മൗസ് ഇവിടെ വെറുതെ ഞാൻ മൗസ് കൊണ്ട് പോകുമ്പോൾ തന്നെ അതിൽ റൊട്ടേഷൻ സിമ്പിൾ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ആന്റി ക്ലോക്ക് വൈസ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ ഏത് പൊസിഷനിലാണ് വേണ്ടത്, റൊട്ടേഷൻ പൊസിഷൻ ഏതിലാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് അത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സോ ഞാനിതിപ്പോ സ്കെയിൽ ചെയ്ത് അതിനെ വളരെ സ്കെയിൽ ചെയ്ത് ആ ഇമേജിനെ ഞാൻ എൻ്റെ മൈ ഹോം ഇതിലോട്ട് സേവ് ചെയ്യും. സോ എൻ്റെ ഹോം ബഡ്ജറ്റ്. ഓക്കെ, സോ വളരെ രസകരമായിട്ടുള്ള ഒരു പേജും അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇമേജും ഞാൻ കൊടുത്തു. സോ രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈൻ, ഇത് ഡിലീറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. സോ വീണ്ടും ഓൺലൈനിൽ പോകുന്നതിലേക്കും നമ്മൾ തീർച്ചയായിട്ടും ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഇലിസ്ട്രേഷൻസ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിലോട്ട് പോവുക, പിക്ചേഴ്സിനകത്ത് തന്നെ സെലക്ട് ചെയ്യുക, ഓൺലൈൻ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഓൺലൈൻ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൺലൈൻ ഒരു വിൻഡോ ഓപ്പൺ ആകും. ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള പിക്ചേഴ്സ് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിങ് ആണ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് നമുക്ക് വേണ്ട. ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു ഈ ഹോം അല്ലെങ്കിൽ ഹോം ആണെന്നുണ്ടെങ്കിൽ ഹോമിന്റെ ഒരു ചെറിയൊരു ഇലിസ്ട്രേഷൻ ആണ്. ഞാൻ ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ എനിക്ക് കുറെ ഇമേജസ് കിട്ടും. എനിക്ക് ആവശ്യമുള്ള ഇമേജ് ഞാൻ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ഇമേജ് ഡൗൺലോഡായി നമ്മുടെ എക്സൽ ചെയ്തിരിക്കുന്ന വർക്ക് ബുക്കിനകത്തോട്ട് വരും. കണ്ടോ, ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു പിക്ചർ അതിനകത്തോട്ട് വന്നു. ഇതും അതുപോലെ പൊസിഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ദ സെയിം തിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പൊസിഷൻ ചെയ്യുന്നതും ട്രാൻസ്ഫോം ചെയ്യുന്നതും ഒക്കെ അതിന്റെ റെഫറൻസ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നില്ല. അത് നിങ്ങൾക്ക് ഇതിന്റെ ഈ കോർണർ ഈ ഡോട്ടഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ഡോട്ടഡ് ലൈനിൽ മുകളിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഇമേജ് സെലക്ട് ആവും. സെലക്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങളുടെ മറ്റേ ഇമേജ് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഈ ഇമേജ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും സാധിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കുക, ഞാനിപ്പോ ആ ഇമേജ് സെലക്ട് ചെയ്തിട്ടില്ല. മറ്റൊരു സെല്ല H18 എന്ന് പറയുന്ന ഒരു സെല്ല സെലക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. H18 എന്ന് പറയുന്ന സെല്ല സെലക്ട് ചെയ്ത് പിക്ചർ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. സെലക്ഷൻ ഏതിൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നെയിം ബോക്സിൽ അത് കാണാനായിട്ട് കഴിയും. ഞാനിപ്പോ വെറുതെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടാബ്സ് കാണിച്ചു തരികയാണ് ഒന്നുകൂടെ. സോ ടാബ്സ് ഒന്ന് നോക്കുക. ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡേറ്റ, റിവ്യൂ, വ്യൂ, ഹെൽപ്പ്, ടെൽ മീ വാട്ട് ടു ഡു, ഇങ്ങനെയുള്ള കുറച്ച് ടാബ്സ് ആണ് ഉള്ളത്. പക്ഷെ ഞാനൊന്ന് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മറ്റൊരു ടാബും കൂടെ ഓപ്പൺ ആയി. ശ്രദ്ധിച്ചോ, മറ്റൊരു ടാബ്. അപ്പൊ ആ ഇമേജിന്റെ ഫോർമാറ്റിംഗ്, ആ ഇമേജിന്റെ ബോർഡർ കൊടുക്കുക, ആ ഇമേജിന്റെ സൈസ് കൺട്രോൾ ചെയ്യുക, ആ ഇമേജിനെ റീപ്ലേസ് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ടാബിൽ പോയി കഴിയുമ്പോഴാണ്. ഇത് മൈക്രോസോഫ്റ്റ് ഇടയ്ക്ക് കൊണ്ടുവന്ന ഒരു അഡീഷണൽ ഫീച്ചർ ആണ്. ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡീഷണലി ഒരു ടാബ് ക്രിയേറ്റ് ആയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പിക്ചർ വന്നതിന് ശേഷം മാത്രമേ ആ ടാബിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ ടാബ് വരുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന കുറെ കാര്യങ്ങളിൽ ഇതേപോലെ വരുന്ന ഒരുപാട് ടാബ്സ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടൂള് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ടാബ് ഓപ്പൺ ആയി വരത്തുള്ളൂ. ഞാൻ വെറുതെ ഏതെങ്കിലും സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ടാബ് ഓപ്പൺ അല്ല, ഇപ്പൊ ഇല്ല ആ ടാബ്. അതേസമയം ഞാൻ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോർമാറ്റ് എന്ന് പറയുന്ന ആ ടാബ് കിട്ടും. ഓക്കെ, സോ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനും നമുക്ക് ഒരുപാട് റിബൺ മോഡൽ തന്നെയാണ് അതിലും വരുന്നത്. അതിന്റെ റിബൺ ഗ്രൂപ്പ്സുകളുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതിന്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം, അതിന്റെ കളർ കൺട്രോൾ ചെയ്യാം, അതിന്റെ പിക്ചർ റീസെറ്റ് ചെയ്യാം, വേറെ പിക്ചർ കൊടുക്കാം. ആ പിക്ചറിൽ തന്നെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ സ്വയം
ഇത് ചെയ്തു നോക്കുക. ഒരു ഇമേജ് എടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു സ്റ്റൈൽ കൊടുക്കുന്നത്, ഡ്രോപ്പ് ഷാഡോ വന്നു അതിനകത്ത്, അതുപോലെ ബോർഡർ കൊടുക്കുന്നു, ഇങ്ങനെ ഒരു സർക്കിൾ, ഒരു ബോർഡർ വിത്ത് എലിപ്സിനകത്ത് തന്നെ ഒരു ബോർഡർ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസിലോട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പോകാനായിട്ട് പറ്റും. അതുപോലെ മാനുവലി നിങ്ങൾക്ക് ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. പിക്ചറിന് ബോർഡർ കൊടുക്കാനായിട്ട് ഏത് ബോർഡറാണ്, ബ്ലാക്ക് കളർ ബോർഡറാണ് വേണ്ടതോ ബ്ലാക്ക് കളർ ബോർഡർ വന്നു. ഇനി ബ്ലാക്ക് കളർ ബോർഡറിന്റെ വെയിറ്റ്, ആ ബ്ലാക്ക് കളർ ബോർഡറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡറിന്റെ കട്ടി എത്ര വേണം, പോയിന്റ്സിലാണ് അത് മെഷർ ചെയ്തിരിക്കുന്നത്. എത്ര പോയിന്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ പോയിന്റ്സ് നിങ്ങൾക്ക് കൊടുക്കുക. ആ പോയിന്റ്സ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ തിക്നെസ് കൺട്രോൾഡ് ആവും. ഓക്കെ, സോ ഇമേജ് അങ്ങനെ ഫോർമാറ്റിൽ ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ ക്രോപ്പ് ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ക്രോപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണലി 3-4 ഒരു കോർണേഴ്സിനകത്തൊക്കെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ്സ് വന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ക്രോപ്പ് അപ്ലൈ ആവും. ഓക്കെ, ഈ ക്രോപ്പ് നിങ്ങൾക്ക് അതുപോലെ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബോർഡേഴ്സും കാര്യങ്ങളും ഒക്കെ ആ ക്രോപ്പിൽ ഓട്ടോമാറ്റിക്കലി വരും. ഇതാണ് എങ്ങനെയാണ് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇമേജ് 2 രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയല് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്ന് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ശരി. സോ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇൻസെർട്ട് ഷേപ്സ് ആണ്. ഓക്കെ, ഇൻസെർട്ട് ഷേപ്സ് എന്ന് പറയുന്നത് അതേ ഓപ്ഷൻ, സെയിം ഓപ്ഷൻ തന്നെയാണ്. ഇൻസെർട്ട് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇല്ലുസ്ട്രേഷൻസിനകത്ത് ഷേപ്സ് ഉണ്ടോ, ഒരുപാട് ഷേപ്സ് മൈക്രോസോഫ്റ്റ് നമുക്ക് വേണ്ടി തരുന്നുണ്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് ഷേപ്സ്, ഈ ഷേപ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് അങ്ങ് കളർ ചേഞ്ച് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം, ഡിസൈൻ ചേഞ്ച് ചെയ്യാം, പല ഓപ്ഷൻസും ഉള്ളതാണ് ഈ ഷേപ്സ് ഒക്കെ. ഇൻസെർട്ട് ഓപ്ഷൻസ് എല്ലാം ഏകദേശം ഒരേ ഒരു രീതി തന്നെയാണ്. അതിന് ഓരോന്നിനും വ്യത്യാസം വരുന്നില്ല. എങ്കിലും ഞാൻ ഒരു ഷേപ്പ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു റൗണ്ടഡ് റെക്ടാങ്കിൾ ആണ് ഞാൻ എടുക്കുന്നത്. ഈ റൗണ്ടഡ് റെക്ടാങ്കിൾ മീൻസ് കോർണേഴ്സ് റൗണ്ടഡ് ആണ്, കണ്ടല്ലോ, കോർണേഴ്സ് റൗണ്ടഡ് ആണ്. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സെയിം ഇമേജ് പോലെ തന്നെ എനിക്ക് വൈറ്റ് കളറിലുള്ള ബോട്ട്സ്, ചെറിയ ചെറിയ സർക്കിൾസ് എനിക്ക് അവൈലബിൾ ആണ്. വൈറ്റ് കളറിലുള്ള ചെറിയ ചെറിയ സർക്കിൾസ് എനിക്ക് അവൈലബിൾ ആണ്. കൂടാതെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിനോട് ഒപ്പം എല്ലാ ഷേപ്സിലും ഇല്ല, ചില പർട്ടിക്കുലർ ഷേപ്സിന് ഈ പറഞ്ഞ അഡീഷണൽ ഫോർമാറ്റിംഗ്, അഡീഷണൽ ഷേപ്പിനെ ആൾട്ടർ ചെയ്യുന്നതിനുള്ള ഒരു യെല്ലോ കളർ സർക്കിളും കൂടെ കാണാം. ഇത് ആ ഷേപ്പിനെ ആൾട്ടർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇതൊരു റൗണ്ടഡ് കോർണർ ആണ് അല്ലെ, ഇതൊരു റൗണ്ടഡ് കോർണർ ആണ്. ആ കോർണറിനെ ആ കോർണേഴ്സിന്റെ റൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോർണറിലെ അല്ലെങ്കിൽ യെല്ലോ കളർ ബോർഡ് സർക്കിളിലോട്ട് നമ്മൾ ആരോ കൊണ്ടുവന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബോട്ട്സിന്റെ റൗണ്ടഡ് കോർണറിന്റെ എത്രയാണോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഓക്കെ, അതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗം. ഓക്കെ, സോ ബാക്കി ഞാൻ പൊസിഷൻ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇമേജ് എങ്ങനെയാണോ പൊസിഷൻ ചെയ്തത് അതുപോലെ തന്നെയാണ് ഷേപ്സും പൊസിഷൻ ചെയ്യുന്നത്. വീണ്ടും ഞാൻ ഇൻസെർട്ട് ഷേപ്സിലോട്ട് പോവാണ്. ഒരു ഷേപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ചില ഷേപ്സിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ വെറും റെക്ടാങ്കിൾ എടുത്ത് അതിനകത്ത് ആ യെല്ലോ കളർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ യെല്ലോ കളർ ബോട്ട്സ് കാണില്ല. കാര്യം അതിന് ആ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാ ഷേപ്സിനും ആ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എല്ലാ ഷേപ്സിലും ആ യെല്ലോ കളർ സർക്കിള് നോക്കരുത്. സോ എന്നാൽ ഒരുപാട് ഷേപ്സിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ യെല്ലോ കളർ ഷേപ്സ് ഇതുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആരോ എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ഷേപ്സ് ഉണ്ടോ, രണ്ട് യെല്ലോ കളറാണ് വന്നത്. 2 യെല്ലോ കളർ സർക്കിൾ ആണ് അതിന്റെ അഡ്ജസ്റ്റിംഗ് ഓപ്ഷൻ ആയിട്ട് വന്നത്. കാര്യം ഇതില് നമുക്ക് അതിന്റെ പോയിന്റിങ് ഏരിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഏരിയ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ തിക്നെസ് കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് ഈ സൈഡിലുള്ള യെല്ലോ കളർ ബോക്സ്, ഇത് അതിനെ എഡിറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ ഇതിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യാം. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതുപോലെ നിങ്ങൾക്ക് അതിന്റെ ഫോർമാറ്റ് ഞാൻ വീണ്ടും പറയുന്നില്ല, ഇപ്പോഴും അതേ കാര്യമാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഞാൻ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇവിടെ
ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് എനിക്ക് ഓപ്പൺ ആയത്. അതിനകത്ത് പോയി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ കളർ ചേഞ്ചോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പല സ്റ്റൈൽസ് എക്സൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റൈൽസ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റൈൽസ് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഒരു ഷേപ്പ് നിങ്ങൾക്കായിട്ട് ഫില്ല് ചെയ്യണം, റെഡ് കളർ ഫിൽ ഷേപ്പ് കൊടുത്തു, അതിനൊരു ബൗണ്ടിങ് ബോട്ട്സ് ഒരു കൊടുത്തു, അതിന്റെ വെയിറ്റ് ഞാനൊരു 3 point തിക്നെസ് കൊടുത്തു. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ആരോ ജനറേറ്റ്, ഒരിക്കലും എക്സൽ എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അതിനെല്ലാത്തിനും പുറകിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആദ്യം നിങ്ങൾ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, ഒരു ഡോക്യുമെന്റ് എന്ത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഞാൻ എങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് ആണ് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അതൊരു പ്രസന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അതിന്റെ ഒരു പ്രസന്റബിൾ സ്റ്റൈലിലായിരിക്കണം അത് ഡിസൈൻ ചെയ്യുക. അത് നിങ്ങളുടെ ഒരു കയ്യൊപ്പ് വീണതുപോലെ, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങളൊക്കെ ഒരുപാട് ഈ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഡിസൈൻ സെൻസും കാര്യങ്ങളും ഉള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാവനയിൽ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുക. അത് കാര്യം ഈ കാണിക്കുന്ന ഫംഗ്ഷൻ ഒന്നും ഒരു പ്രാധാന്യവും ഇല്ല. ഒരാളുടെ മുന്നിൽ ഒരു പ്രിന്റ് എടുത്ത് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടറിന്റെ മുന്നിൽ ഒരു പ്രസന്റേഷൻ പോലെ കാണിക്കുമ്പോഴോ, അവിടെ ജസ്റ്റ് ആ കാണാനുള്ള ഒരു ഭംഗി, ഡേറ്റ കൃത്യമായിട്ടുള്ള റീഡബിലിറ്റി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ടൂൾസും മറ്റു കാര്യങ്ങളും നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനുള്ളത് മാത്രമാണ്. ഔട്ട്പുട്ട് നിങ്ങളുടെ ഭാവന അനുസരിച്ചിരിക്കും. എത്രത്തോളം ഭംഗിയാക്കുക, റീഡബിലിറ്റി കൊണ്ടുവരിക, ഒരുപാട് പച്ചയും മഞ്ഞയും നീലയൊക്കെ ഉള്ള റെയിൻബോ കളർ ആക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതാണ് ഷേപ്സിന്റെ കാര്യങ്ങള്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇൻസെർട്ട് ഇമേജ്, ഇൻസെർട്ട് ഷേപ്സ്, ഫോർമാറ്റിംഗ് ഷേപ്സ്, അതുപോലെ തന്നെ ഇൻസെർട്ട് എക്സൽ സ്മാർട്ട് ആർട്ട്. സ്മാർട്ട് ആർട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്മാർട്ട് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഒരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ഹയറാർക്കി ഡിഫൈൻ ചെയ്യാനോ സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യാനോ ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്യാം. സോ അതിനും നമ്മൾ ഇൻസെർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവുക. ഇൻസെർട്ടിനകത്ത് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, സെയിം ഇലിസ്ട്രേഷൻസ് റിബൺ ഗ്രൂപ്പിനകത്ത് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. ഈ സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോയ്ക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓൾ, ലിസ്റ്റ് ചെയ്യുന്ന സ്മാർട്ട് ആർട്ടുകളുണ്ട്, പ്രോസസ്സുകൾ ചെയ്യുന്ന സ്മാർട്ട് ആർട്ടുകളുണ്ട്, സൈക്കിൾസ് ഉണ്ട്, ഹൈറാർക്കി ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, മെട്രിക്സ് ഉണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങളിതെല്ലാം ഇത് കേട്ടിരുന്നാൽ മാത്രം പോരാ എന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്തു നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കൂടുതൽ വരുത്താൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് പതിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സല് ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ എടുക്കുന്നത് തന്നെ 1-2 മണിക്കൂറാണ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത് അതിലും കൂടുതലായിരിക്കണം എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഈ പ്രോസസ്സിനകത്ത് ഞാനിപ്പോ ജസ്റ്റ് ഒരു പ്രോസസ്, ഒരു സൈക്കിൾ എടുക്കുക. ഓക്കെ, ഞാനൊരു കമ്മ്യൂണിക്കേഷൻ സൈക്കിളിന്റെ ഒരു പ്രോസസ്സ് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഓക്കെ, ഫസ്റ്റ് സൈക്കിൾ തന്നെ എടുക്കാം. ഞാൻ സൈക്കിൾ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ ഈ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ അത് അവിടെ വരത്തുള്ളൂ. അതുപോലെ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ആ സെലക്ട് ചെയ്യുന്നതിന്റെ എന്താണ് അതിന്റെ പർപ്പസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ യൂസ് എന്നുള്ളത് അതിന്റെ റൈറ്റ് ബോട്ടം ഏരിയയിൽ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ബേസിക് സൈക്കിൾ ആണ്. യൂസ് ടു റെപ്രസെന്റ് എ കണ്ടിന്യൂയിങ് സീക്വൻസ് ഓഫ് സ്റ്റേജസ്, ടാസ്ക് ഓർ ഇവന്റ്സ് ഇൻ എ സർക്കുലർ ഫ്ലോ. ആ സർക്കുലർ ഫ്ലോയിലാണ് അതിനുവേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സൽ തന്നെ ഓരോ പ്രോസസ്സിന്റെയും അല്ലെങ്കിൽ ഓരോ സ്മാർട്ട് ആർട്ടിനെയും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വായിച്ചിരിക്കണം. വെറുതെ ഏതെങ്കിലും ഒരു കാണാൻ ഭംഗിയുള്ള ഒരു സ്മാർട്ട് ആർട്ട് കൊടുക്കുന്നതിനേക്കാൾ ഏതാണോ എൻ്റെ പ്രോസസ്സിന് അല്ലെങ്കിൽ എൻ്റെ സ്റ്റെപ്സിന് ആപ്റ്റായിട്ടുള്ള സ്മാർട്ട് ആർട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് സ്മാർട്ട് ആർട്ട് വന്നു. സ്മാർട്ട് ആർട്ട് മാത്രമല്ല വന്നത്, സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. ഞാൻ കുറച്ചും കൂടെ കാണാനായിട്ട് ഞാൻ അടുത്ത പേജിലോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കുറച്ചും കൂടെ സൂം ചെയ്യണം. ഓക്കെ, സ്മാർട്ട് ആർട്ടിന്റെ കൂടെ ഒരു ഓപ്ഷനും കൂടെ വരും, അത് ടെക്സ്റ്റ് ആണ്. കാര്യം ഈ സ്മാർട്ട് ആർട്ടിന്റെ അകത്തും നിങ്ങൾക്ക് ടെക്സ്റ്റ് ഈ ടൈപ്പ് ചെയ്യാം, പക്ഷെ അതൊരു
ബെറ്റർ വേ അല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ വേണം, അത് സ്മാർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സിൽ വേണം ഇത് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു സൈക്ലിക് പ്രോസസ് ആണ് ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്നത്. എക്സാമ്പിളിന് വേണ്ടിയാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സെൻഡർ ആണ്. സോ സെൻഡർ ഞാൻ ടൈപ്പ് ചെയ്തു. ഞാൻ ഇവിടെ സെൻഡർ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയും സെൻഡർ വരുന്നുണ്ട്. അടുത്തത് മെസ്സേജ്. സോ കമ്മ്യൂണിക്കേഷന്റെ ഒരു ചെറിയൊരു പ്രോസസ്സാണ് ഞാൻ. അതുപോലെ ചാനൽ, അതുപോലെ റിസീവർ, ഫീഡ്ബാക്ക്. വളരെ എളുപ്പത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സ്മാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. നോക്കി എന്ത് എളുപ്പമാണ്. ആകെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് ബോക്സിൽ പോയി അതിനകത്ത് കൃത്യമായിട്ടുള്ള ഡേറ്റ ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് എൻ്റെ സ്മാർട്ട് ആർട്ടിനകത്ത് സെൻഡർ ത്രൂ മെസ്സേജ്, സെൻഡർ കഴിഞ്ഞാൽ മെസ്സേജിലോട്ട് പോകുന്നു. മെസ്സേജ് ചാനൽ വഴി ഫേസ് ടു ഫേസോ അല്ലെങ്കിൽ TV ചാനലോ ഏത് വഴിയായിരുന്നാലും റിസീവറിലോട്ട് എത്തുന്നു. റിസീവറിന്റെ ഭാഗത്തു നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നു. വീണ്ടും സെൻഡർ. അതൊരു സൈക്ലിക് പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ, അല്ലേ? നമ്മൾ ആരുടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് കേട്ടോ എന്ന് ചോദിക്കുന്നതാണ് നമ്മൾ ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആ ഫീഡ്ബാക്ക് വരെ ആവുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ടെക്സ്റ്റ് ബോക്സ് പോകും. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് പ്രിന്റിലോ നിങ്ങളുടെ ഡോക്യുമെന്റിലോ ഒരിടത്തും വരത്തില്ല. അത് ജസ്റ്റ് നിങ്ങളുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് ടെക്സ്റ്റ് ബോക്സ്. വെളിയിൽ നമ്മുടെ സെല്ലിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സ് കാണാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ ക്ലിപ്പ് ആർട്ടിൽ അല്ലെങ്കിൽ എൻ്റെ സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ആ ടെക്സ്റ്റ് ബോക്സ് വരും. കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞൂടാ, നിങ്ങളുടെ ടാബ്സ് ഇപ്പം ടാബ്സ് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ നേരത്തെ നമുക്ക് 2 ടാബ് അല്ല 1 ടാബേ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 2 ടാബ് വന്നു. കണ്ടില്ലേ? ഡിസൈൻ എന്നും വന്നു, ഫോർമാറ്റ് എന്നും വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഓപ്ഷൻസ്, സ്മാർട്ട് ആർട്ടിന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് ഓപ്ഷൻസ് കാണിച്ചു തരാം. ഇപ്പൊ ഡിസൈനിനകത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ഷേപ്സ്, അതിന് വേറെ ഏതെങ്കിലും ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണോ, അതല്ലെന്നുണ്ടെങ്കിൽ ടച്ച് പെയിൻ ആയിരിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സെന്റർ എന്ന് പറയുന്നതിനെ റൈറ്റ് ടു ലെഫ്റ്റ്, ഞാനിപ്പോ കാണുന്നത് ഈ രീതിയിലാണ് കാണുന്നത്. അതിനെ ടോട്ടലി ഉൾട്ടയാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് റൈറ്റ് ടു ലെഫ്റ്റ്, ഇപ്പൊ തിരിച്ചാ പോകുന്നത്. ഇപ്പൊ സെന്റർ, ഫീഡ്ബാക്ക്, റിസീവർ, ചാനല്, മെസ്സേജ്, ഇങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂവ് ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് ഓരോ കണ്ടന്റിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൂവ് ഡൗൺ. ഇപ്പൊ സെന്ററിനെ ഞാൻ കുറച്ച് താഴോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മൾ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഇവിടത്തെ ഡിസൈൻ ഓപ്ഷനിൽ മൂവ് അപ്പും മൂവ് ഡൗണും കൊടുത്ത് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ മറ്റൊരു ഓപ്ഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്, പക്ഷെ ഈ ഒരു സൈക്കിൾ പ്രോസസ്സിൽ അത് അത്യാവശ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ 5 പ്രോസസ് ആയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ 5 എണ്ണത്തിൽ മെസ്സേജ് എന്ന് പറയുന്ന ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സബ് ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്നതാണ് സെന്റർ എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അതിനെ ഡിമോട്ട് ചെയ്യാം. മനസ്സിലാവുന്നില്ലേ? എനിക്ക് ആ സെന്ററിനെ ക്ലിക്ക് ചെയ്ത് ഡിമോട്ട് ചെയ്യാം. അപ്പൊ കണ്ടോ സംഭവിച്ചത് എന്താണ്? സെന്റർ അതിനകത്തോട്ട് വന്നു. ഇപ്പൊ റിസീവർ എന്ന് പറയുന്നത് ചാനലിൻ്റെതാണെന്നുണ്ടെങ്കിൽ റിസീവറിനെ എനിക്ക് എന്ത് ചെയ്യാം? ഡിമോട്ട് ചെയ്യാം. അപ്പൊ റിസീവർ ചാനലിന്റെ അകത്തോട്ട് പോയി. അപ്പൊ ഇങ്ങനെ എനിക്ക് പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് നമുക്ക് അതുപോലെ പ്രൊമോട്ടും ചെയ്യാം. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രൊമോട്ടും ചെയ്യാം. പ്രൊമോട്ട്, ഡിമോട്ട്, മൂവ് ഡൗൺ, ഇതെല്ലാം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് അതിന്റെ തീംസ്, അതിന്റെ നമ്മൾ ചെയ്തിരിക്കുന്ന രീതി നമുക്ക് വേറെ രീതിയിൽ, ഇപ്പൊ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ, ലേഔട്ട്സ് മാറ്റാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ കളേഴ്സും മറ്റു കാര്യങ്ങൾ. കൂടാതെ നിങ്ങൾക്ക് ഫോർമാറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെസ്സേജ് എന്ന് പറയുന്നതിന് മാത്രം എനിക്കൊരു ബ്ലാക്ക് കളർ വിത്ത് വൈറ്റ് ടെക്സ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യും. ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും.
അതുപോലെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിനകത്ത് ഷേപ്പ് ഫിൽ അല്ലെ, ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് എനിക്ക് ബ്ലാക്ക് കളർ ഫില്ലാണ് വേണ്ടത്. ഓക്കെ, സോ ഞാൻ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തു. ഔട്ട്ലൈൻ എനിക്ക് വേണ്ടത് ഒരു ഗ്രേ കളർ ഔട്ട്ലൈൻ ആണ് വേണ്ടത്. സോ ഗ്രേ കളർ ഔട്ട്ലൈനിൽ എനിക്ക് ഗ്രേ കളറിൽ വെയിറ്റ് ഒരു 2 points വേണം. എനിക്കൊരു 2.5 points കൊടുത്തു. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫിൽ എനിക്ക് വേണ്ടത് വൈറ്റ് ആണ്. ഇതെല്ലാം എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ വളരെ ഈസി ആയിട്ട്, എനിക്ക് കാണാൻ കഴിയുന്നില്ല ആ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ആ സ്മാർട്ട് ആർട്ട് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അത് വളരെ കൃത്യമായിട്ടായിരിക്കും അത് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇൻഡിവിജ്വലി എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ സ്മാർട്ട് ആർട്ട് പുറത്ത് ഈ സെലക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ 2 ഓപ്ഷൻസ് വരത്തുള്ളൂ. അത് സെല്ലിലാണ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓപ്ഷൻസിന് വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. ഒന്നുകൂടെ എടുത്തു പറയുന്നു, സെല്ലിലാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടാബ് ഓപ്ഷനിൽ ഫോർമാറ്റ് ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. ആ ടാബ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സ്മാർട്ട് ആർട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് സ്മാർട്ട് ആർട്ടിന്റെ കാര്യം. ഞാൻ വേറെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഒരുപാട് ഞാൻ കാണിച്ചു തന്നു, ഒരുപാട് സ്മാർട്ട് ആർട്ട് ഞാൻ കാണിച്ചു തന്നു. അതെല്ലാം നിങ്ങൾ പലതും യൂസ് ചെയ്ത് നോക്കുക. പല പർപ്പസാ പലതിന്. അപ്പൊ നിങ്ങളുടെ പർപ്പസ് ഏതാണോ സ്യൂട്ട് ചെയ്യുന്നത്, ആ സ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ്. ഓക്കെ, സോ നമുക്കിത് ഡിലീറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഡിലീറ്റ് ആവും. ഓക്കെ, സോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇൻസെർട്ട് ഇമേജ് കഴിഞ്ഞു, ഇൻസെർട്ട് ഷേപ്സ് കഴിഞ്ഞു, ഫോർമാറ്റിംഗ് ഷേപ്സ് ആൻഡ് ഇമേജസ് കഴിഞ്ഞു, ഇൻസെർട്ട് എക്സൽ സ്മാർട്ട് ആർട്ട് കഴിഞ്ഞു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ബേസിക് ചാർട്ട്സ്. ബേസിക് ചാർട്ട്സിനകത്ത് ഞാൻ 2 ചാർട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഒന്ന് കോളം ചാർട്ടും 2 പൈ ചാർട്ടും. ഓക്കെ, ഈ വേർഡൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ കേൾക്കുന്നത്, അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. കോളം ചാർട്ട് എന്ന് പറയുന്ന ബാർ ചാർട്ടാണ്. ഈ പൈ ചാർട്ട് എന്ന് പറയുന്ന സർക്കുലർ മോഡലിൽ വരുന്ന ചാർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ എങ്ങനെയാണ് ചാർട്ട്? ഇതും ചാർട്ടും ഇൻസെർട്ട് ആണ് ചെയ്യുന്നത്. നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ചാർട്ട്. എന്താണോ ഒരു എക്സൽ ഷീറ്റിലോട്ട് ഇൻസെർട്ട് ചെയ്യുന്നത്, അതെല്ലാം ഇൻസെർട്ട് ഓപ്ഷനിൽ പോയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻസെർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇലിസ്ട്രേഷൻസ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിനകത്ത് വരുന്നതല്ല നമ്മുടെ ചാർട്ട് എന്ന് പറയുന്നത്. അതിന് സെപ്പറേറ്റ് ചാർട്ട് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പ് ഉണ്ട്. അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർട്ട് എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഏറ്റവും 2019-ലൊക്കെ 2016-ലായിരുന്നാലും ചെയ്യാൻ കഴിയും. എങ്കിലും അതിന് മുമ്പുള്ള വെർഷൻസിൽ അത്രയും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരുന്നില്ല. പക്ഷെ 2019-ലൊക്കെ വരുന്ന അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ് പൊതുവെ ചാർട്ട്. എങ്കിൽ പോലും അൾട്രാ ഡൈനാമിക് എന്ന് വേണമെങ്കിലും പറയാം. കാര്യം നമ്മൾക്ക് ഒരു പ്രസന്റേഷനിലൊക്കെ ആ ചാർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മതി നിങ്ങളുടെ ഒരു ഗുഡ് വിൽ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം കൃത്യമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവാനും നിങ്ങളുടെ നോളജ് ബേസും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വളരെ എളുപ്പമാണ്. സോ ചാർട്ടിൽ ബേസിക് ആയിട്ടുള്ള 2 ചാർട്ടാണ്. അതൊന്ന് കോളം ചാർട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്ന കോളം ചാർട്ട് എന്നാണ് ഈ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യാം. ഇതാണ് കോളം ചാർട്ട്. സോ ഇതാണ് പൈ ചാർട്ട്. ഓക്കെ, സോ ഇതാണ് കോളം ചാർട്ട്, ഇതാണ് പൈ ചാർട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കോളം ചാർട്ടാണ്. സോ കോളം ചാർട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഇൻസെർട്ട് ചെയ്യേണ്ട കോളം ചാർട്ട് ഞാൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്റെ ചാർട്ട് വന്നു. എവിടെയാ ചാർട്ട് എന്നാ നോക്കുന്നത് അല്ലേ? കാര്യം എന്താണ്, ചാർട്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ചാർട്ട് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ചാർട്ട് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? കൃത്യമായിട്ടും നമ്മുടെ ഒരു ഡേറ്റയെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഞാനൊരു ഇൻസെർട്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻസെർട്ട് ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും കാണത്തില്ല. സോ നമ്മൾ കൃത്യമായിട്ട് എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം? എനിക്ക് വേണ്ട ഡേറ്റ, ഏത് ഡേറ്റയാണോ എൻ്റെ ചാർട്ടിൽ ഞാൻ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഡേറ്റ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ചാർട്ടിലോട്ട് അത് വരത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്യാണ്, എൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് വേണ്ടത് ഏകദേശം എൻ്റെ എക്സ്പെൻസസ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇത്രയും മതി. ഓക്കെ, ബാക്കി ടോട്ടൽ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് മൈ എക്സ്പെൻസസ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ ഞാൻ ഏതൊക്കെ കാര്യത്തിന് എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഇതാണ് എനിക്കറിയാം. സോ ഞാൻ ആ റേഞ്ച് സെലക്ട് ചെയ്തു.
സെലക്ട് ചെയ്തതിന് ശേഷം റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. റേഞ്ച് എന്ന് പറയുന്നത് ഏത് ഏരിയയാണോ നിങ്ങൾക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ചാർട്ടിനകത്ത് വരേണ്ടത് ആ ഏരിയ. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഏരിയ ഇതാണ്. അപ്പൊ ആ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു, ആ റേഞ്ച് സെലക്ട് ചെയ്തു. ഓക്കെ, ആ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ റേഞ്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നു, ഞാൻ കൃത്യമായിട്ടും എന്താണ് റേഞ്ച് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻസെർട്ട് ഓപ്ഷനിൽ പോകുന്നു. ഇൻസെർട്ട് ഓപ്ഷനിൽ പോയതിനു ശേഷം ഞാൻ വീണ്ടും എന്റെ കോളം ചാർട്ട് ഇൻസെർട്ട് ചെയ്യുന്നു. ഞാൻ ചാർട്ട് ഇൻസെർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ചാർട്ട് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെ കൃത്യമായിട്ട് എന്ത് വന്നു? എനിക്ക് വളരെ കൃത്യമായിട്ടും ചാർട്ട് വന്നു. ആ ചാർട്ടിനകത്ത് എന്തൊക്കെ ഉണ്ട്? ഹോം റെന്റ്, വാട്ടർ റെന്റ്, വേസ്റ്റ്, മൊബൈൽ, കേബിൾ, സാനിറ്റൈസേഴ്സ്, മാസ്ക്. താഴെ ഉണ്ട് ജനുവരി നീല കളർ, ഫെബ്രുവരി ഓറഞ്ച്, മാർച്ച് ഗ്രേ കളർ, ഏപ്രിൽ യെല്ലോ കളർ. ഇതെല്ലാം എനിക്ക് വളരെ കൃത്യമായിട്ടുണ്ട് കണ്ടോ. സോ ജനുവരി മാസം ഞാൻ ഹോം റെന്റ് ചെലവാക്കിയത് 6000 രൂപയാണ്. ഫെബ്രുവരി മാസം ഞാൻ ഹോം റെന്റ് ചെലവാക്കിയത്. സോ എനിക്ക് അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ. സോ ഇങ്ങനെയാണ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ചാർട്ടിന്റെ ഫോർമാറ്റിംഗ് ഓപ്ഷനിലോട്ട് പോവാം. സോ ചാർട്ട് ഇതിന്റെ മുകളിൽ വെക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊന്ന് മാറ്റി വയ്ക്കും. കാണാൻ കുറച്ച് എളുപ്പത്തിന്, പക്ഷേ കുറച്ച് താഴെ വയ്ക്കും. ഓക്കെ. ഓ, എന്റെ ഡേറ്റ കാണാനില്ല, എന്ത് ചെയ്യും ഞാൻ? എന്റെ കുറച്ച് ഡേറ്റാസ് കാണാനില്ല, എന്ത് ചെയ്യും? കോളത്തിന്റെ വിഡ്ത് ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ഇൻക്രീസ് ചെയ്യും? എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇൻസെർട്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതൊന്നും ഞാൻ ഇടയ്ക്കൊരു ബോണസ് പോലെ കിട്ടുന്നത്, എങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ചാർട്ട് ഇവിടെയും നമ്മൾ എക്സൽ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചാർട്ട് 11 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതാണോ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്, ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് നെയിം ബോക്സിൽ വളരെ കൃത്യമായിട്ടും അതിന്റെ പേര് കാണിക്കും. അപ്പൊ നെയിം ബോക്സിന്റെ ഉപയോഗമൊക്കെ വളരെ പ്രധാനമാണ്. ഓക്കെ, സോ ഞാൻ ചാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ചാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സോഴ്സ് ഫയലിൽ ഏതൊക്കെ സോഴ്സ് ആണ് ചാർട്ടിൽ വന്നിരിക്കുന്നതെന്ന് ഒരു റേഞ്ച് കാണിക്കുന്നുണ്ട് കണ്ടോ. ഞാൻ വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതില്ല എന്റെ ചാർട്ടിൽ. അപ്പൊ അതിൽ കൂടെ തന്നെ എനിക്ക് അറിയാൻ കഴിയും എന്റെ ചാർട്ടിലെ റേഞ്ച് അല്ലെങ്കിൽ ഏതൊക്കെ ഡേറ്റാസ് ആണ് എന്റെ ചാർട്ടിൽ ഉള്ളത്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഏപ്രിൽ മാസം വേണ്ട, ഏപ്രിൽ മാസം എന്റെ ചാർട്ടിൽ വേണ്ട. ഞാൻ എന്ത് ചെയ്താൽ മതി? ആ റേഞ്ചിൽ ആദ്യം ചാർട്ട് ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ക്ലിക്ക് ചെയ്താലേ റേഞ്ച് സെലക്ട് ആവത്തുള്ളൂ. ചാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ റേഞ്ചിന്റെ ഏറ്റവും കോർണറിൽ ഒരു ചെറിയൊരു വ്യത്യാസം കാണാം. നമ്മൾ മൗസ് കൊണ്ട് വെക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ട്രാൻസ്ഫോം ബട്ടൺ കിട്ടും. കാണുന്നുണ്ടോ? ഒരു ചെറിയൊരു ട്രാൻസ്ഫോം ബട്ടൺ കിട്ടും കണ്ടോ. ആ ചെറിയ ട്രാൻസ്ഫോം ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഏപ്രിൽ മാസം വേണ്ട, ഏപ്രിൽ മാസം മാറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ചാർട്ടിലും ആ ചേഞ്ച് വരികയാണ് കണ്ടോ. നമ്മൾ ഏപ്രിൽ മാസം ഇടുമ്പോൾ ഏപ്രിലും കൂടെ വന്നു. ഏപ്രിൽ മാസം മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഏപ്രിൽ മാസം മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ എനിക്ക് മാസ്ക് വേണ്ട, മാസ്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ മാസ്ക് വേണ്ടെങ്കിൽ മാസ്ക് വേണ്ട, എനിക്ക് ഇത്രയും ഏരിയ മതി. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് മാസ്ക് പോയി കിട്ടി. എനിക്ക് വേസ്റ്റ് വരെ മതി, വേസ്റ്റ് വരെ മതി എന്നുണ്ടെങ്കിൽ വേസ്റ്റ് വരെ മതി എന്നുള്ള ഇത്. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ചാർട്ടിന്റെ ഏരിയ, സോഴ്സ് ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ പറഞ്ഞ ഈ റേഞ്ച് പോയിന്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ കൂടാതെ നമ്മൾ ചാർട്ടിൽ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇല്ല, ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഡിസൈൻ ഫോർമാറ്റ് ഈ പറഞ്ഞ 2 ടാബ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസുകൾ ചെയ്യുന്നത്. അതിൽ ഡിസൈനിൽ നമുക്ക് ആദ്യം പോവാം. പ്രധാനമായിട്ടും ഡിസൈനിൽ ചാർട്ടിനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2-3 എണ്ണമാണ്. ഒന്ന് ആഡ് ചാർട്ട് എലമെന്റ്. ഓക്കെ, ആഡ് ചാർട്ട് എലമെന്റ്. ആഡ് ചാർട്ട് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും എലമെന്റ്സ് ആണ്, ചാർട്ട് എലമെന്റ്സ് ആണ്. ഇപ്പൊ ഇതെന്ന് പറയുന്നത് അതിന്റെ ടൈറ്റിലാണ്, ഇത് അതിന്റെ ബോട്ടം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ചാർട്ട് എലമെന്റിലാണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. അപ്പൊ ഏതാണോ നമുക്ക് വേണ്ടത് നിങ്ങളെല്ലാം ഓപ്പൺ ആക്കി നോക്കുക, എങ്ങനെയാണെന്നൊക്കെ നോക്കുക. നിങ്ങൾക്ക് അതെല്ലാം ഇത് കാണിക്കാൻ പറ്റും. ആക്സസ് ടൈറ്റിൽസ് ഇപ്പൊ ആക്സസ് ടൈറ്റിൽ ഇല്ല. ആക്സസ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈറ്റ് ടൈറ്റിലിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനത്തെ ഈ ടൈറ്റിലിന്റെ പേരെന്താണ്, ഇങ്ങോട്ട് കിടക്കുന്ന എച്ച് ടൈറ്റിലിന്റെ പേരെന്താണ്, ഇവിടുത്തെ പേരെന്താണ്, അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം ഇതിനകത്ത് ആഡ് ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെജൻഡ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ലെജൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ലെജൻഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് താഴെ കാണിച്ചെങ്കിൽ ഇപ്പൊ ലെജൻഡ്, ഇപ്പൊ ഇവിടെ ലെജൻഡ് എവിടെയാ കിടക്കുന്നത് നോക്കാം. നമുക്ക് ലെജൻഡ് കിടക്കുന്നത് ബോട്ടമാണ് അല്ലെ, നമ്മുടെ ബോട്ടം. ഇപ്പൊ
എനിക്കത് വേണ്ടത് ടോപ്പിലാണെങ്കിൽ ഞാൻ ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ലെജൻഡ് എന്ത് ചെയ്യും, നമുക്ക് ടോപ്പിൽ വന്ന് നിൽക്കും. കണ്ടോ? അപ്പൊ നമുക്ക് അവിടെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഇത് നോക്കുക. നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ നിങ്ങളുടെ ചാർട്ട് ഇത് ജസ്റ്റ് എലമെന്റ്സ്, ഇതിനകത്ത് കാണുന്ന എലമെന്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ആഡ് ചാർട്ട് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. സോ അത് കഴിഞ്ഞാൽ പിന്നെ ക്വിക്ക് ലേ ഔട്ട് ആണ്. നമുക്ക് ഈ ലേ ഔട്ടിന്റെ ചേഞ്ചസ് വരുത്താം. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചാർട്ട് സ്റ്റൈൽസ് ആണ്. ചാർട്ട് സ്റ്റൈൽസും ഈ പറഞ്ഞതുപോലെ നമുക്ക് പല സ്റ്റൈൽസിലോട്ടൊക്കെ കൊണ്ടുവരാം. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈൽസ് ഒക്കെ മാറും. നമുക്ക് രസകരമായിട്ടുള്ള പല സ്റ്റൈൽസിലോട്ടും കൊണ്ടുവരാം. ഓക്കെ, ഇനി അടുത്ത ഒരു ഓപ്ഷൻ ഈ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഡിസൈൻ എടുക്കുക, സ്വിച്ച് റോ ഓർ കോളം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇപ്പം എൻ്റെ റോയും കോളവും ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ചാർട്ടിന്റെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഇതിനകത്ത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പോ സ്വിച്ച് റോ എടുക്കുമ്പോൾ വരുന്ന ചേഞ്ചസ് നിങ്ങൾ നോക്കുക. ഇപ്പൊ എന്താ വന്നത്? കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. നോക്കിയോളൂ. ഇപ്പോ നേരത്തെ നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആണ് ഇതിനകത്തുള്ള ആക്സസ് മീൻസ് ഗ്രാഫ് പോയിന്റ്സുകൾ കാണിക്കുന്നത്. പക്ഷെ അതേസമയം ഞാൻ സ്വിച്ച് റോ കൊടുക്കുമ്പോഴത്തേക്കും ഹോം റെന്റ്, വാട്ടർ ഇതൊക്കെയാണ്. ഇപ്പൊ ഈ രീതിയിൽ ഞാൻ ചാർട്ട് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് കാണുന്ന കാര്യങ്ങൾ എന്താണ്? എന്റെ ജനുവരി മാസത്തില്, ഫെബ്രുവരി മാസത്തില് ഓരോ ഹോം റെന്റ് ജനുവരി മാസം, ഫെബ്രുവരി മാസം, മാർച്ച് മാസം, ഏപ്രിൽ മാസം. അടുത്ത് വാട്ടർ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെയാണ് കാണുന്നത്. അതേസമയം ഞാൻ സ്വിച്ച് റോ അല്ലെങ്കിൽ കോളം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിച്ചു? നേരെ തിരിച്ചു വന്നു. ഈ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറയുന്നത് മേളിലോട്ടും ഹോം റെന്റും മറ്റ് കോളംസിൽ ഉണ്ടായിരുന്നത് റോയിലോട്ടും വന്നു. അപ്പൊ ആ റോയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ വ്യത്യാസം? ജനുവരി മാസം ഞാൻ ഹോം റെന്റ് എത്ര സ്പെൻഡ് ചെയ്തു? ജനുവരി മാസം ഞാൻ ഓറഞ്ച് വാട്ടർ ആണ്, വാട്ടർ ഞാൻ എത്ര സ്പെൻഡ് ചെയ്തു? ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പൊ എനിക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മതി എന്നുണ്ടെങ്കിൽ, വാട്ടറും ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇപ്പൊ 3 കാര്യങ്ങൾ മതി എന്നുണ്ടെങ്കിൽ 3 കാര്യം കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ വിസിബിൾ ആണ്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് കഴിയും. ഇതാണ് മെയിൻ ആയിട്ടും ഫോർ ഡിസൈനിനകത്ത് നമുക്ക് ചാർട്ടിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അഡ്വാൻറ്റേജസ്. കൂടാതെ സെലക്ട് ഡേറ്റ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ തന്നെ നിങ്ങൾക്ക് റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഡേറ്റാസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചേഞ്ച് ചാർട്ട് ടൈപ്പ്, നിങ്ങൾക്ക് പല ചാർട്ട് ടൈപ്പിലോട്ട് മൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. കൂടുതൽ അഡ്വാൻസ്ഡ് ലെവലിലായിട്ടുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൽ ഉണ്ടാകും. ചാർട്ടിന് വേണ്ടി മാത്രം നമുക്കൊരു പർട്ടിക്കുലർ ഡേ തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വേണ്ടി വരും ചാർട്ട് മാത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ആ കാര്യം മനസ്സിലായി. കൂടാതെ നമുക്ക് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് നമുക്ക് കളേഴ്സ്, ചാർട്ടിന്റെ കളേഴ്സ് ഏതൊക്കെ രീതിയിൽ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അത് പർട്ടിക്കുലർലി നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോം റെന്റിന് എനിക്ക് വേണ്ട കളർ എന്ന് പറയുന്നത് ഫില്ലൊരു റെഡ് കളറാണ് വേണ്ടെങ്കിൽ എനിക്ക് റെഡ് കൊടുക്കാം. സോ റെഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ സൂം ചെയ്യാത്തതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നിങ്ങളോട് സൂം ചെയ്ത് കാണിച്ചു തരാം. സോ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ ഞാൻ ഷേപ്പ് ഫില്ലിനകത്ത് റെഡ് കളർ ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, അതിന് മുമ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞ ചാർട്ടിനകത്തുള്ള ഈ പോയിന്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറഞ്ഞ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കൂടാതെ നമ്മൾ ഒരിക്കൽ കൂടെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരിക്കൽ കൂടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാനും പറ്റും. സോ അങ്ങനെയുള്ള ഓപ്ഷൻസ്, കളർ ചേഞ്ച് ചെയ്യുക. ഇതിവിടെ ഞാൻ റെഡ് ചേഞ്ച് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും റെഡ് കളറിലായി അതിന്റെ. അപ്പോൾ ഇതിന്റെ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, കുറച്ചും കൂടെ വലിപ്പത്തിൽ വേണം. അതിനെന്താ ചെയ്യുക? അതിന് ഫോർമാറ്റിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. അതിന് നമുക്ക് ഹോമിൽ തന്നെ പോവുക, നമ്മൾ അതിന്റെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യുക, അതിന്റെ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അതിന്റെ സൈസ് വലുതാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ചാർട്ടിനെയും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലേഔട്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ പേജിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ചാർട്ട് തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫയലിൽ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമ്മുടെ ആ ഒരു പ്രിന്റ് എടുക്കുന്നതിന്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, സോ അതാണ് ചാർട്ട്. സോ ഐ തിങ്ക് കോളം ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് കോളം ചാർട്ട് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. സോ എവറിത്തിങ് വിൽ ഗോ ഓൺ. ഓക്കെ, അടുത്ത് പൈ ചാർട്ടാണ്. ഞാൻ സെയിം പ്രോസസ്സ് തന്നെ ഞാൻ പറയുകയാണ്. സീരിയൽ നമ്പർ എടുക്കുന്നു, മൈ എക്സ്പെൻസസ് മുതൽ ഞാൻ ഇതുവരെയുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇൻസെർട്ടിനകത്ത് പോകുന്നു. അതിനകത്ത് ഞാൻ ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസിനകത്തോട്ട്
ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസിനകത്തോട്ട് പോകുന്നു. അതിനകത്ത് ഞാൻ പൈ ചാർട്ട് സെലക്ട് ചെയ്യുന്നു. നോർമൽ പൈ ചാർട്ട് ഞാൻ സെലക്ട് ചെയ്യും. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? നേരത്തെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 മാസത്തിന്റെയും ഡേറ്റ എനിക്ക് തരാനായിട്ട് കോളം ചാർട്ടിന് കഴിഞ്ഞു അല്ലേ? പക്ഷെ ഇതിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ജനുവരി മാത്രമാണ് കാണിക്കുന്നത്. ഞാൻ എല്ലാം സെലക്ട് ചെയ്തു, പക്ഷെ ജനുവരി മാത്രമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട്? ചില ചാർട്ടുകൾക്ക് ഓരോ ചാർട്ടുകൾക്ക് ഓരോ ഉപയോഗമുണ്ട്. അതിനകത്ത് പൈ ചാർട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ റോയിൽ വരുന്ന കാര്യങ്ങളോ ഒരു സിംഗിൾ കോളത്തിൽ വരുന്ന കാര്യങ്ങളോ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൈ ചാർട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സെലക്ഷനും ആ രീതിയിലുള്ളതായിരിക്കണം. നിങ്ങളുടെ സെലക്ഷൻ ഈ എല്ലാത്തിലും കൊടുത്തിട്ട് കാര്യമില്ല. ഒന്നുകിൽ നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു കോളത്തിൽ മാത്രമായിരിക്കും. ഫോർ ജനുവരി കോളത്തിൽ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇത് കറക്റ്റാണ്. അതല്ല, എനിക്ക് ഫെബ്രുവരി കോളം മാത്രമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഫെബ്രുവരി കോളം മാത്രം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫെബ്രുവരി കോളം മാത്രം. അപ്പൊ എനിക്ക് ഫെബ്രുവരി മാത്രം കിട്ടും. അതുപോലെ എനിക്ക് മാർച്ച് മാസം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മാർച്ച് മാസം മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കാര്യം മാർച്ച് വരുന്നില്ല. സോ മാർച്ച് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെതായിട്ടുള്ള ചാർട്ട് വരും. ഇനി എനിക്ക് നേരെ തിരിച്ച് ഇപ്പൊ മാർച്ച് മാസത്തിൽ ഹോം റെന്റ്, വാട്ടർ, വേസ്റ്റ്, മൊബൈൽ യൂസ് ചെയ്തേക്കുന്ന കാണിക്കുന്നത്. നേരെ തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്വിച്ച് റോ അല്ലെങ്കിൽ കോളം. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോഴും ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം റെന്റ് എന്ന് പറയുന്ന ഓപ്ഷനും കോളമാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇവിടെ നമ്മൾ റോ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി റോ സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഹോം റെന്റ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഹോം റെന്റ് എന്ന് പറയുന്നതിന്റെ മാത്രം ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹോം റെന്റ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഡേറ്റ ഏപ്രിൽ മാസം സെലക്ട് ചെയ്യാം, ഫെബ്രുവരി മാസം സെലക്ട് ചെയ്യാം, ജനുവരി മാസം ഇത്രയും സെലക്ട് ചെയ്യാം. ഹോം റെന്റ് ജനുവരി മാസം എത്ര യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഫെബ്രുവരി മാസം എത്ര യൂസ് ചെയ്തു, മാർച്ച് മാസം എത്ര യൂസ് ചെയ്തു, ഏപ്രിൽ മാസം എത്ര യൂസ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. ബാക്കിയുള്ള കാര്യങ്ങൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. സെയിം കോളം ചാർട്ട് പോലെയാണ് നിങ്ങൾക്ക് ഇതിനെ ഫോർമാറ്റ് ചെയ്യാൻ കഴിയും. ഡിസൈനിനകത്ത് മറ്റ് 3D ഓപ്ഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് വ്യക്തമായി എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. എസ്പെഷ്യലി കോളം ചാർട്ട് എന്ന് പറയുന്നത് ലാർജ് സെറ്റ്സ് ഓഫ് ഡേറ്റയുടെ റെപ്രസെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോളം ചാർട്ട്. ഇൻഡിവിജ്വൽ റോ അല്ലെങ്കിൽ കോളം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടാണ് പൈ ചാർട്ട്. ഓക്കെ, സോ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഒരു കോളം മാത്രമായിരിക്കണം സെലക്ട് ചെയ്തിരിക്കേണ്ടത്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കോളമോ അല്ലെങ്കിൽ ഒരു റോയോ അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഹോം റെന്റ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, റോയെ കോളത്തിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുന്നത് ജനുവരി മാസത്തിൽ മാത്രം ഹോം റെന്റ്, വാട്ടർ, വേസ്റ്റ്. അപ്പൊ ആ ജനുവരി മാസത്തിന്റെ മാത്രം കോളം മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇത് ഒരിക്കൽ കൂടെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ സ്വിച്ച് റോയിൽ പോവുക, സ്വിച്ച് റോ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ കോളത്തിലോട്ട് വന്നു. ഇവിടെ എനിക്ക് ഈ കോളം ജനുവരി മാസത്തിന്റെ കോളം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ അതിന്റെ ഓപ്ഷൻ ജനുവരി മാസത്തിലേക്ക് മാത്രം കൊടുക്കും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ പൈ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, കളർ, അതിന്റെ ബാക്കിയുള്ള എലമെന്റ്സ്, ചാർട്ട് എലമെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ എങ്ങനെയാണോ നമ്മൾ കോളം ചാർട്ടിൽ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞു. ക്രിയേറ്റ് എ കോളം ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി. എക്സൽ ചാർട്ട് റിബൺ ഫീച്ചേഴ്സ് മനസ്സിലായി. റിബൺ ഫീച്ചേഴ്സ് എന്നുള്ളത് അഡീഷണൽ ടാബ്സ് ഓപ്പൺ ആവുന്നതാണ്. ഫോർമാറ്റ്, ഡിസൈൻ പോലെയുള്ള അഡീഷണൽ ടാബ്സ് ഓപ്പൺ ആവുന്നതാണ് എക്സൽ ചാർട്ട് റിബൺ എന്ന് പറയുന്നത്. അതുപോലെ ഡേറ്റ മോഡിഫൈയിങ് ഇൻ എക്സൽ ചാർട്ട്സ്. ഡേറ്റ മോഡിഫൈ എങ്ങനെയാണ് എക്സലിന്റെ ചാർട്ട് എലമെന്റ്സ് ചാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സലിന്റെ അകത്തുള്ള കണ്ടന്റ്, ആ സോഴ്സ്
ഡേറ്റ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെ അത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആ എക്സൽ ചാർട്ടിനെ ഫോർമാറ്റ് ചെയ്യുന്നത്, അതിന്റെ അകത്തുള്ള കളേഴ്സ് മോഡിഫൈ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്, ഫോണ്ട് വലുതാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മൂവിങ് ആ ചാർട്ട് ടു അനദർ വർക്ക്ഷീറ്റ് ഞാൻ പറഞ്ഞില്ല. ബേസിക് പൈ ചാർട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. കോളം ചാർട്ടും ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഞാൻ എങ്ങനെയാണ് ചാർട്ടിനെ നമുക്ക് മൂവ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ഈ ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിസൈൻ ഓപ്ഷൻ വരും. ഡിസൈൻ ഓപ്ഷനിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഓപ്ഷനാണ് മൂവ് ചാർട്ട്. സോ മൂവ് ചാർട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ് ഓപ്പൺ ആയി വരും. അത് നമുക്ക് ഏത് ഓപ്ഷൻ അല്ലെങ്കിൽ എവിടെയാണ് ചെയ്യേണ്ടത്, ന്യൂ ഷീറ്റിലാണോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് എവിടെയാണോ ഒബ്ജക്റ്റ്. ഇപ്പൊ ഞാനൊരു ന്യൂ ഷീറ്റിൽ ഒരു ചാർട്ട് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ ഷീറ്റ് കൊടുക്കുന്നു. ഞാൻ ചാർട്ടിന്റെ പേര് എപ്പോഴും ഓരോ ചാർട്ടിനും പേര് കൊടുത്തു പോകുന്നത് വളരെ പ്രധാനമാണ്. കാര്യം നാളെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പം നിങ്ങളുടെ നെയിം ബോക്സിൽ ആ ചാർട്ടിന്റെ പേര് കൃത്യമായിട്ട് വരും. സോ ഇവിടെ ഞാൻ പൈ ചാർട്ട് എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, പൈ ചാർട്ട് ഒരു പുതിയ ഷീറ്റിലോട്ട് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. സോ ഇതൊരു പുതിയ ഷീറ്റിൽ ഓപ്പൺ ചെയ്യാം. അതൊരു സെപ്പറേറ്റ് ഷീറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കാൻ എനിക്ക് ആ കംപ്ലീറ്റ് ഷീറ്റ് അല്ലെങ്കിൽ വേറൊരു കംപ്ലീറ്റ് ഷീറ്റ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ശരി. സോ ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ മിസ്സായത് പറഞ്ഞു തരുന്നതിൽ. സോ നെക്സ്റ്റ് മൂന്നാമത്തെ, ഇതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇന്നത്തെ കാര്യം. ഇന്നത്തെ ഡേറ്റ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ബിഗിനർ ലെവലിൽ എക്സൽ നന്നായി, അല്ലെങ്കിൽ എക്സൽ എനിക്ക് ബേസിക് ലെവലിൽ അറിയാമെന്ന് നിങ്ങൾക്ക് ആൾക്കാരോട് പറയാം. ഓക്കെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത്രയും അറിയാമെങ്കിലേ നിങ്ങൾ ബേസിക് ലെവൽ അറിയാം എന്ന് എക്സല്, അല്ലെങ്കിൽ മിനിമം ഇത്രയെങ്കിലും അറിയാമെങ്കിൽ മാത്രമേ എനിക്ക് എക്സലിന്റെ ബേസിക് ലെവൽ അറിയാം എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴായിരുന്നാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പോകുമ്പോൾ എനിക്ക് എക്സൽ അറിയാം അല്ലെങ്കിൽ എക്സലിന്റെ ബേസിക് നോളജ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എംപ്ലോയർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് സ്വയം സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് എക്സലിന്റെ നോളജ് ഉണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. സോ ഓക്കെ, സോ എക്സൽ ലിസ്റ്റ് ആൻഡ് ഓപ്പറേഷൻസ്. ഞാൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴേ ഞാൻ ആദ്യമേ ആവർത്തിച്ച കാര്യം വീണ്ടും ആവർത്തിക്കും. ലിസ്റ്റ് വളരെ എക്സലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ ഒന്നാണ് ഒരു വലിയ ഡേറ്റ അല്ലെങ്കിൽ വലിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ എന്താണ് ലിസ്റ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഫയലിൽ ഓപ്പൺ കൊടുത്ത് ഓപ്പൺ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റീസെൻ്റ് ആയിട്ട് സേവ് ചെയ്തതാണ് സ്റ്റുഡൻറ് രജിസ്റ്റർ. ഓക്കെ, സ്റ്റുഡൻറ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഞാൻ എക്സൽ വർക്ക് ബുക്ക് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഞാനൊരു വർക്ക് ബുക്ക്. ഫോർ എക്സാമ്പിൾ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്പർ അറിയുക? ഞാൻ ജസ്റ്റ് എത്ര പേരുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്താൽ ഉടനെ തന്നെ എൻ്റെ സ്റ്റാറ്റസ് ബാറിൽ എനിക്ക് കാണാനായിട്ട് കഴിയും എത്ര പേരുണ്ട്. 14 ആണ്, 50 ഞാൻ ഉദ്ദേശിച്ചത്. ഒരെണ്ണം കുറഞ്ഞു പോയി, പെട്ടെന്ന് ചെയ്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ഓക്കെ, സോ ഇതൊരു രജിസ്റ്റർ, സ്റ്റുഡൻറ് രജിസ്റ്റർ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഞാൻ സൂം ചെയ്യാം. കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ശരി, ഐ തിങ്ക് കുറച്ചും കൂടെ വ്യക്തമായിരുന്നു. ഓക്കെ, ഞാൻ സ്റ്റുഡൻറ് രജിസ്റ്റർ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻറ് നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡിപ്പാർട്ട്മെന്റ്, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഡിസ്ട്രിക്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ച്, അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിനും ഓരോ യൂണീക്ക് ഐ ഡി മീൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള IDs കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ലിസ്റ്റ്? ഓക്കെ, സോ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം. കാര്യം എൻ്റെ A1 മുതൽ G50 വരെ ഇടയിൽ ഒരു ബ്ലാങ്ക് സെല്ല് പോലും ഇല്ല. അപ്പൊ അങ്ങനെ ആയിരിക്കണം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ബ്ലാങ്ക് സെല്ലോ, ഒരു ബ്ലാങ്ക് റോയോ, ഒരു ബ്ലാങ്ക് കോളമോ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബ്ലാങ്ക് റോയോ, ബ്ലാങ്ക് കോളമോ, ഒരു റോയോ ഒന്നും ബ്ലാങ്ക് കോളമോ ബ്ലാങ്ക് റോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല. ഓക്കെ, അതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല. ഓക്കെ,
സോ അതിന് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഇൻസേർട്ട് ഒരു എന്തോന്ന് ഒരു റോ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ ഇൻസേർട്ട് കൊടുത്തു. സോ ഇൻസേർട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു അഡീഷണൽ റോ അവിടെ ക്രിയേറ്റ് ആയി. ഇപ്പൊ ഇവിടെ നോക്കണം, ഞാൻ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ എ കൊടുക്കുകയാണ്. എന്താണ് കൺട്രോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ഓൾ, മൊത്തം സെലക്ട് ചെയ്യുക. അപ്പൊ സെലക്ട് ഓൾ ഞാൻ കൺട്രോൾ എ കൊടുക്കുന്ന സമയത്ത് എല്ലാം സെലക്ട് ആയില്ല, ആ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. കാര്യം അടുത്ത ഏരിയയെ വേറൊരു സെപ്പറേറ്റ് ലിസ്റ്റ് ആയിട്ടാണ് എക്സൽ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും എക്സല് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ബ്ലാങ്ക് സെൽസോ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള കംപ്ലീറ്റ് റോയോ കംപ്ലീറ്റ് കോളമോ വരാനായിട്ട് പാടില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. ഈ റോ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കംപ്ലീറ്റ് ലിസ്റ്റും സെലക്ട് ആയി. എന്റെ കംപ്ലീറ്റ് ലിസ്റ്റും സെലക്ട് ആയി. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും എന്റെ ലിസ്റ്റിലോട്ട് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈവൻ സെയിം തിങ് ആണ് ഈ പറഞ്ഞ പോലെ കോളത്തിനകത്തായിരുന്നാലും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമേ സെലക്ട് ആവൂ. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതേ അവസ്ഥ തന്നെയാണ് എന്തെങ്കിലും ഓപ്പറേഷൻ സോർട്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എറർ ആയിട്ടുള്ള ഡേറ്റാസ് തരും. എന്തിനാ ഡേറ്റ ഉപയോഗിക്കുന്നത്? അതിന് മുമ്പായിട്ടൊരു ചോദ്യം, ഡേറ്റ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ പ്രധാനമായിട്ടും ഡേറ്റ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഡേറ്റാസ് വീണ്ടും വീണ്ടും എടുത്ത് അത് അനലൈസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഈ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. സോ ആ ഒരു യൂസ് നമുക്കിത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സോ ഞാൻ അൺഡു ചെയ്തു. ഓക്കെ, സോ ഇത് നമ്മുടെ ഒരു ലിസ്റ്റ് ആണ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എക്സൽ ലിസ്റ്റ് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത സിംഗിൾ ലെവൽ സോർട്ടിങ്, ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ഈ സ്കൂളിലൊക്കെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരമാണ് നമ്മുടെ പേര് കാണുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ അതിനാണ് നമ്മൾ സോർട്ടിങ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് സോർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരുപാട് ആൾക്കാരെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരു നെയിം ജനറേറ്റർ സോഫ്റ്റ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഫോറിനേഴ്സിന്റെ നെയിം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നെയിം ഫോർ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ ഇവരെ ഒന്ന് സോർട്ട് ചെയ്യാൻ. അപ്പൊ സോർട്ട് ചെയ്യാൻ ഞാൻ ഡേറ്റ സംബന്ധമായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും വരുന്നത് ഏതിനകത്താണ്? ഡേറ്റ എന്ന് പറയുന്ന ടാബിനകത്താണ്. ഓക്കെ, സോ നിങ്ങൾ നോക്കുക, ഡേറ്റ എന്ന് പറയുന്ന ടാബ് കണ്ടോ? നമ്മൾ പഠിച്ച ടാബുകളിൽ ഫയൽ പഠിച്ചു, ഹോം പഠിച്ചു, ഇൻസെർട്ട് പഠിച്ചു, പേജ് ലേഔട്ട് ജസ്റ്റ് പോയി, ഫോർമുലാസ് നമ്മൾ നോക്കിയായിരുന്നു, ഡേറ്റ. ഓക്കെ, സോ ഈ ഡേറ്റ ടാബാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിനെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് ഡേറ്റ ടാബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡേറ്റയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും ഒരു വലിയ റിബൺ ഓപ്പൺ ആയി. ആ റിബണിനകത്ത് റിബൺ ഗ്രൂപ്പ്സുകൾ, ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഡേറ്റ, ക്വയറീസ് ആൻഡ് കണക്ഷൻ, സോർട്ട് ആൻഡ് ഫിൽറ്റർ. സോ ഈ ഒരു റിബൺ ഗ്രൂപ്പ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റിബൺ ഗ്രൂപ്പ് ആണ് എനിക്ക് സോർട്ട് ആൻഡ് ഫിൽറ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ. സോർട്ട് ആൻഡ് ഫിൽറ്റർ, സോർട്ട് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും. ഇവിടെ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ സോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏത് കോളമാണോ സോർട്ട് ചെയ്യേണ്ടത് ആ കോളത്തിൽ, ആ ലിസ്റ്റിലെ ഏത് കോളമാണോ, ഇപ്പൊ എനിക്ക് ബി കോളമാണ് സോർട്ട് ചെയ്യേണ്ടത്, ആ കോളത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് എവിടെ വേണോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും ഇവിടെ ക്ലിക്ക് ചെയ്താലും ഇവിടെ ക്ലിക്ക് ചെയ്താലും ഒക്കെ വർക്കാവും. പക്ഷെ ലിസ്റ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് ലിസ്റ്റ് ആണെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും വർക്കൗട്ട് ആവത്തുള്ളൂ. ആ ലിസ്റ്റിൽ എവിടെ വേണോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സോർട്ട് എന്ന് പറയുന്ന ഈ ഒരു റിബൺ ഗ്രൂപ്പിലെ A to Z ഇമീഡിയറ്റ്ലി ഞാൻ കൊടുക്കുകയാണ്. A to Z എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ലോവസ്റ്റ് ടു ഹയസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ A to Z. സോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇപ്പൊ ഈ ഒരു കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്ന പേര് വായിക്കാൻ പോലും പറ്റുന്നില്ലാത്ത പേരുകളാണ്. ബ്രൂസ്, വായിക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്, ബ്രൂസ്. ഓക്കെ, ബ്രൂസ് എന്ന് പറയുന്ന ലാസ്റ്റ് നെയിം, ബ്രൂസ് എന്ന് പറയുന്ന ആളുടെ ലാസ്റ്റ് നെയിം സെബുല എന്നാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സെബുല എന്ന് പറയുന്നത് ഇവിടെ മാത്രം സോർട്ട് ആയി കഴിഞ്ഞാൽ ഇയാളുടെ ലാസ്റ്റ് നെയിം മാറിപ്പോകും. അത് പിന്നെ
വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോർട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യുമ്പോൾ ആ ടോട്ടൽ ലിസ്റ്റ്, ഇതിനിടയിൽ ബ്ലാങ്ക് സെൽസോ ബ്ലാങ്ക് കോളമോ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞ ഡേറ്റ മിസ്മാച്ച് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ആദ്യം ഒരു ക്ലിയർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ബ്ലാങ്ക് റോയോ ബ്ലാങ്ക് സെൽസോ ബ്ലാങ്ക് കോളംസോ ഇല്ലാത്ത ഒരു പ്രൊഫഷണൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്ത് സോർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മാറി. ഇവിടെ ഞാൻ ഈ ബ്രൂസ് എന്ന് പറയുന്ന ആളിന്റെ ലാസ്റ്റ് നെയിം തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. കാര്യം എൻ്റെ ലിസ്റ്റ് മാറി, ID ഉൾപ്പെടെ എല്ലാം അതിനനുസരിച്ചാണ് മാറിപ്പോയിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് സിംഗിൾ ലെവൽ സോർട്ടിങ് അല്ലെങ്കിൽ പ്രൈമറി സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഏത് കോളമാണോ സോർട്ട് ചെയ്യേണ്ടത് ആ കോളത്തില് ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഡേറ്റ ടാബിനകത്ത് വരുന്ന സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഡേറ്റ ടാബിനകത്ത് വരുന്ന റിബൺ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഈ ഓപ്ഷൻ കൊടുക്കുക. സോർട്ട് A to Z എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് വരുന്നത്. ഞാൻ വീണ്ടും അത് കണ്ടു ചെയ്തു. അടുത്ത് മൾട്ടി ലെവൽ സോർട്ടിങ്. മൾട്ടി ലെവൽ സോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഫീൽഡ് സോർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോ എല്ലാം ഒരേ പേരുകൾ വരുന്ന, ഫോർ എക്സാമ്പിൾ മയോള ഞാൻ ആ കുട്ടിക്ക് ഒരു പേരും കൂടെ കൊടുക്കാം, മയോള. ഓക്കെ, ഫാദറിന്റെ നെയിം ഞാൻ മാറ്റുന്നില്ല, ഒരാളും കൂടെ മയോള എന്നുണ്ട്. ഇത് അങ്ങനെ സംഭവിക്കാമല്ലോ. ഓക്കെ, ഫാദറിന്റെ പേരാണല്ലോ മാറുന്നത്. ഓക്കെ, സോ 3 പേര് ഒരേപോലെ വരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് നെയിമും സോർട്ട് ചെയ്യണം, ലാസ്റ്റ് നെയിമും സോർട്ട് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ചെയ്യാം? മൾട്ടി ലെവൽ സോർട്ടിങ് എങ്ങനെ ചെയ്യാം? ഇപ്പൊ ഏകദേശം മീൻസ് മോർ ദാൻ 200 നമ്പർ ഓഫ് സോർട്ടിങ് ലെവൽസ് അവൈലബിൾ ആണ് എക്സലില്. ഞാൻ 3-4 ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതിനപ്പുറം എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. സോ ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ എക്സൽ. നമുക്ക് ഒരുപാട് സോർട്ടിങ് ചെയ്യാൻ, മൾട്ടി ലെവൽ സോർട്ടിങ് ചെയ്യാനുള്ള ഓപ്ഷൻ എക്സലില് അവൈലബിൾ ആണ്. സോ ഇതിനും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡേറ്റ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഈ റിബൺ ഗ്രൂപ്പിനകത്ത് ഈ സോർട്ട് എന്ന് പറയുന്ന ഈ വലിയ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോർട്ട് എന്ന് പറയുന്ന വലിയ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ആവും. ഈ വിൻഡോയ്ക്കകത്ത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ വിൻഡോയ്ക്കകത്ത് ആഡ് ലെവൽ, ഡിലീറ്റ് ലെവൽ, കോപ്പി ലെവൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സോർട്ട് കൊടുത്തിട്ടില്ല, ഒരു സോർട്ടും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ സോർട്ട് കൊടുക്കുകയാണ്. സോർട്ട് കൊടുക്കുന്നതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്റെ കോളം നെയിം B ആണ്, സോർട്ട് ബൈ. സോ ഇതിന് എനിക്ക് ഹെഡിങ് ഉണ്ട്, കൃത്യമായിട്ട് എന്റെ ഹെഡിങ്സ് ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഹെഡിങ്സ് തന്നെ വളരെ കൃത്യമായിട്ട് ഇവിടെ വരും. അതുകൊണ്ട് ഇവിടെ ടിക്ക് ഓപ്ഷൻസ് ഉണ്ട്. മൈ ഡേറ്റ ആസ് ഹെഡേഴ്സ്, മൈ ഡേറ്റ ആസ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹെഡിങ്സ് അവിടെ വരും. ഹെഡേഴ്സ് കൊടുത്തില്ലെങ്കിൽ കോളം നമ്പർ വരും. ഇവിടെ ഞാൻ ഹെഡിങ്സ് കൊടുക്കുന്നത് എന്റെ റെഫറൻസിന് എനിക്ക് എളുപ്പമാണ്. അപ്പൊ എനിക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് നെയിമിന്റെ സെൽ വാല്യൂസ് A to Z. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് നെയിമും ഞാൻ സെലക്ട് ചെയ്യാം. അപ്പൊ അടുത്ത ആഡ് ലെവൽ വീണ്ടും, ദെൻ ലാസ്റ്റ് നെയിം, എന്റെ സെൽ വാല്യൂസ് സെയിം തന്നെ, സെൽ വാല്യൂസ് A to Z. ഓക്കെ, അപ്പൊ ഞാൻ 2 സോർട്ടിംഗ് ആണ് ഇപ്പൊ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 സോർട്ടിംഗ് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുക്കും. ഓക്കെ, വീണ്ടും ഒരു ചേഞ്ച് വന്നു. ഓക്കെ, എന്താണ് ആ ചേഞ്ച് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് പേരായിരുന്നു മാറ്റിയത്? നമ്മൾ മയോള, അതെ, സോ മയോള. ഓക്കെ, സോ മയോള എന്ന് പറയുന്ന ഈ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അച്ഛന്റെ പേരും വന്നിരിക്കുന്നത്. കാര്യം KLA, ഇത് 3 മാത്രം, ബാക്കിയുള്ളത് നോക്കരുത്. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമുക്ക് ഏത് വന്നിരിക്കുന്നത്, ഈ ഓർഡറും വന്നിരിക്കുന്നത്. സോ അങ്ങനെ രണ്ടാമതൊരു സോർട്ട് ചെയ്യാനാണ്, രണ്ടാമത്തെ ലെവലിൽ സോർട്ട് ചെയ്യാനാണ് നമ്മൾ മൾട്ടി ലെവൽ സോർട്ടിങ് യൂസ് ചെയ്യുന്നത്. ഇത് പല കാര്യത്തിൽ യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. 1, 2, 3, 4 ഫിൽറ്റേഴ്സ്, 4 സോർട്ടിങ് അഡീഷണൽ ലെയേഴ്സ് ആഡ് ചെയ്യുക, പല ഹെഡേഴ്സിലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കസ്റ്റം സോർട്ടിങ്. ഇനി കസ്റ്റം സോർട്ടിങ് എങ്ങനെ ചെയ്യാന്നുള്ളത്, അതിന് ഞാൻ വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഒരു സെയിൽസ് ആണ്. ഓക്കെ, ജനുവരി മാസം എന്തൊക്കെ സെയിലായി, ജനുവരി മാസം ആരാണ് പർച്ചേസ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ
ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെ സോർട്ട് ചെയ്യും എന്നുള്ളത്, ഇത് ഒരു നല്ലൊരു ലിസ്റ്റാണ്. കോളംസോ റോയോ ഒന്നും തന്നെ ബ്ലാങ്ക് ആയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഇതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ജനുവരി എത്ര പേര് സോർട്ട് ചെയ്തു, ജനുവരി മാസത്തിൻ്റെത് ആദ്യം കിട്ടണം, ഫെബ്രുവരി മാസത്തിന്റെ ആദ്യം കിട്ടണം. അപ്പൊ അതിന് എനിക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് സോർട്ട് A to Z അടിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാര്യം എന്താണ്, ഇതിന് ആദ്യം ഏപ്രിലാണ് വരുന്നത്. ഏപ്രിൽ, ഓഗസ്റ്റ്, ഫെബ്രുവരി, ജൂൺ, ജൂലൈ ഈ രീതിയിലാണ് പോകുന്നത്. അപ്പൊ എനിക്ക് അതല്ല വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഈ ഫിൽറ്ററിലെ ഏതാണോ കോളം ഫിൽട്ടർ ചെയ്യേണ്ടത്, സോർട്ട് ചെയ്യേണ്ടത്, സോർട്ടും ഫിൽറ്ററും എപ്പോഴും എനിക്ക് പറയുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. സോർട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. സോർട്ട് ഏത് കോളമാണോ വേണ്ടത്, കോളം ക്ലിക്ക് ചെയ്യുക. ആ കോളത്തിനകത്ത് എവിടെ വേണോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം സോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സോർട്ടിൽ ക്ലിക്ക് ചെയ്ത ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോർട്ട് ബൈ, തീർച്ചയായിട്ടും മന്ത് തന്നെയാണ്. സെൽ വാല്യൂ സെറ്റ്, ഓർഡർ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കസ്റ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കസ്റ്റം ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല, ഈ ഓർഡറിനകത്ത് കസ്റ്റം ലിസ്റ്റ് സെലക്ട് ചെയ്യുക. കസ്റ്റം ലിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോ ഓപ്പൺ ആവും. അതിനകത്ത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആ രീതിയിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. മൺഡേ, ട്യൂസ്ഡേ വെച്ചിട്ട് സോർട്ട് ചെയ്യാം. ജനുവരി, ഫെബ്രുവരി എനിക്ക് വേണ്ടത് ഇതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആണ് എനിക്ക് വേണ്ടത്. ആ ജനുവരി, ഫെബ്രുവരി വെച്ചിട്ട് ഞാൻ സോർട്ട് ചെയ്യുകയാണ്. ആ ഫെബ്രുവരി വെച്ചിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ വന്നു. വീണ്ടും ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇതാകണ്ടോ, ജനുവരി മാസം ആദ്യം, ഫെബ്രുവരി മാസം രണ്ടാമത്, മാർച്ച് മാസം രണ്ടാമത്, കൃത്യമായിട്ടും ആ ഓർഡറിൽ എനിക്ക് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് ഫിൽറ്ററിലോട്ടാണ് പോകുന്നത്. നമുക്കിനി 2, 3, 4 സെഷൻ മീൻസ് ഫിൽറ്റർ, സബ് ടോട്ടൽസ്, ഫോർമാറ്റ്. എനിക്ക് ഇനി അങ്ങോട്ടുള്ള സെഷൻസ് ഇന്റർമീഡിയറ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സെഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ഒരു ടോപ്പിക്കേ കാണത്തുള്ളൂ. ആ ടോപ്പിക് ആയിരിക്കും നമ്മൾ മാക്സിമം 40 to 1 hour ഡിസ്കസ് ചെയ്യുന്നത്. സമയം കൺട്രോൾ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ലാഗ് ആകുമ്പോൾ ആൾക്കാർക്ക് അത് കണ്ടിരിക്കാനും നിങ്ങൾക്ക് ബോറടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ബേസിക് ലെവൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ബേസിക് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, കുറെ പേർക്കെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. എങ്കിലും ഞാൻ അത് ഒന്നുകൂടെ പറയാണ്. ഫിൽറ്റർ, സബ് ടോട്ടൽസ്, ഫോർമാറ്റ് ലിസ്റ്റ് ഇൻടു ടേബിൾ, ഫൈൻഡിങ് ആൻഡ് റിമൂവിങ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഈ 4 കാര്യങ്ങളും കൂടെയാണ് നമ്മളത്. ഫിൽറ്റർ നമുക്ക് സെർച്ച്. ഫിൽറ്റർ നമുക്ക് നമ്മുടെ എക്സൽ ലിസ്റ്റ് തന്നെ എടുക്കാം. ഫിൽറ്റർ വേറൊന്നുമല്ല, നമുക്ക് ഏത് ലിസ്റ്റ് ആണോ നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ടത് അതിൽ എവിടെ വേണോ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫിൽട്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പക്ഷെ അത് ഞാൻ വീണ്ടും പറയുന്നു, അതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ആയിരിക്കണം. അതിനിടയിൽ ബ്ലാങ്ക് സെല്ലോ, ബ്ലാങ്ക് റോയോ, ബ്ലാങ്ക് കോളമോ പാടില്ല. ഇതൊരു 10 പ്രാവശ്യമായി ഞാൻ പറയാൻ തുടങ്ങിയത്. കാര്യം എന്തുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും പ്രയോറിറ്റിയാണ് കിടക്കുന്നത്. അപ്പൊ അത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാനിത് എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, ശരി. ഫിൽട്ടർ സെലക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഈ ലിസ്റ്റിൽ എവിടെ വേണോ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഡേറ്റ എന്ന് പറയുന്ന ടാബിൽ പോവുക. സോർട്ട് ആൻഡ് ഫിൽട്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫിൽട്ടർ എന്ന് പറയുന്ന സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫിൽട്ടർ എന്ന് പറയുന്ന സിമ്പലിൽ ക്ലിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫിൽട്ടർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇല്ലാത്തൊരു ഓപ്ഷൻ നോക്കിയോളൂ. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പോയി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ കോളത്തിന്റെ ഹെഡേഴ്സിലും ഞാൻ പറയുന്നു, ഒരു ലിസ്റ്റിന് എപ്പോഴും ഒരു ഹെഡർ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. ആ ഹെഡറിന്റെ ഏറ്റവും കോർണറിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? ഉദാഹരണത്തിന് ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്ര കുട്ടികളുണ്ട്, എത്ര പേരാണ് എന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ബയോളജി എന്ന് പറയുന്ന കോളം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന കോളം എനിക്ക് പോയി അതിന്റെ ഫിൽട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ ഓപ്ഷൻസ് വരും. അതിനകത്ത് നമുക്ക് സോർട്ടും ചെയ്യാം. കൂടാതെ നമുക്ക് മറ്റു പല ഓപ്ഷൻസ് ഉണ്ട്. അഡ്വാൻസ്ഡ് ഫിൽട്ടർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലാസ് വരുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ ബേസിക് ആണ്. അതിനുവേണ്ടി നമുക്കിപ്പോ എനിക്ക് വേണ്ടത് ബയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ളതൊക്കെ സെലക്ട് ആവുക, ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീസെലക്ട് ആവും. എന്നിട്ട് ബയോളജി മാത്രം ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ. ഇപ്പൊ ഞാൻ ബയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ മാത്രമുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ബയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള എത്ര പേരാണ്? അങ്ങനെ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ബയോളജിയിൽ തന്നെ ഈ ഡിസ്ട്രിക്റ്റിനകത്ത്, ഇടുക്കി വേണ്ട, ഞാൻ കൊല്ലം പറയാണ്, കാര്യം കൊല്ലം 1, 2 ഉണ്ട്. ഡിസ്ട്രിക്റ്റിനകത്ത് സെയിം പ്രോസസ് തന്നെ ചെയ്യുക.
നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം സെലക്ട് ആൾ കൊടുക്കുക. ഡിസ്ട്രിക്റ്റിനകത്ത് ഞാൻ കൊല്ലം ഓക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് 2 പേരേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യത്തെ ഫിൽറ്റർ അപ്ലൈ ചെയ്തത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതിപ്പോ നടന്നിരിക്കുന്ന ഇതാണ്, എനിക്കിപ്പോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡേറ്റ ഇതാണ്. ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊല്ലത്തുനിന്ന് വന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ്. അപ്പൊ 2 ഫിൽറ്റർ ബയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളെ കണ്ടത് ആദ്യം ഞാൻ ഫിൽറ്റർ ചെയ്തു. രണ്ടാമത് ഞാൻ ഫിൽറ്റർ ചെയ്ത ഡിസ്ട്രിക്ട് ഫിൽറ്റർ ചെയ്തപ്പോഴത്തേക്കും കൊല്ലം. അപ്പൊ എനിക്ക് ഒരു ഫിൽറ്റർ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫിൽറ്റർ മാത്രം വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ ഫിൽറ്ററിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക? ക്ലിയർ ഫിൽറ്റർ ഫ്രം ഡിസ്ട്രിക്ട്. ക്ലിയർ ഫിൽറ്റർ എപ്പോഴും കോളം നെയിമിലാണ് അത് എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് ഹെഡർ നെയിമിലാണ് അത്. അതുകൊണ്ട് ഹെഡേഴ്സ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ച്. ഓക്കെ, ക്ലിയർ ഫിൽറ്റർ ഫ്രം ഡിസ്ട്രിക്ട്. അപ്പൊ ആ ഫിൽറ്റർ മാത്രം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിൽറ്റർ ക്ലിയർ ചെയ്യണമെന്ന് എപ്പോഴും ഡിപ്പാർട്ട്മെന്റിലുള്ള ഫിൽറ്റർ അതുപോലെ അപ്ലൈ ചെയ്യണം. ഫിൽറ്റർ അപ്ലൈ ചെയ്തിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫിൽറ്ററിന്റെ ഒരു ഇത് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. ഫിൽറ്റർ അപ്ലൈഡ് ആണ് എന്നറിയാൻ വേണ്ടി. മറ്റ് ആരോയിലും അങ്ങനെ ഉണ്ടായിരിക്കില്ല. ഫിൽറ്റർ അപ്ലൈഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ചെറിയൊരു വ്യത്യാസം ഇമേജിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ടോട്ടലി നമുക്ക് ആ ഒരു ഫിൽറ്റർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ടേബിളിൽ തന്നെ ഫിൽറ്റർ ഓപ്ഷനിൽ ക്ലിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ ഫിൽറ്റർ റിമൂവ് ആയി വരും. ഇതാണ് ഫിൽറ്റർ എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഉപയോഗം, ഫിൽറ്ററിന്റെ ബേസിക് യൂസ്. ഓക്കെ സോ ഞാൻ ഫിൽറ്ററും ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? സബ് ടോട്ടൽസ്. ഓക്കെ, സബ് ടോട്ടൽസിന് ഞാനൊരു സെപ്പറേറ്റ് എക്സൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബേക്കറിയിൽ വിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് സെയിൽ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. സോ സബ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, അവിടെ വിൽക്കുന്ന സാധനം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വിൽക്കുന്നുണ്ട്, ചിക്കൻ റോൾ വിൽക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, കട്ട്ലേറ്റ് വിൽക്കുന്നുണ്ട്, എഗ് പപ്സ് വിൽക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ മാത്രം സബ് ടോട്ടൽ അറിയണം, അല്ലെങ്കിൽ ചിക്കൻ റോളിന്റെ മാത്രം സബ് ടോട്ടൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സാധാരണ നമുക്ക് അറിയാന്നുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റിന്റെ ഇത് വെച്ചിട്ട് സോർട്ട് ചെയ്യാം. സോ സോർട്ട് A to Z കൊടുത്തു. ഓക്കെ, സോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിക്കൻ റോള്, കട്ട്ലേറ്റ്, എഗ് പഫ്സ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ 9ാമത്തെ റോയിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്തു. ഈക്വൽ ടോട്ടൽ എമൗണ്ട് ആണ് എനിക്ക് അറിയേണ്ടത്. ഈക്വൽ കൊടുത്തു, സം കൊടുത്തു, ഫോർമുല സം കൊടുത്തതിന് ശേഷം ഞാൻ റേഞ്ച് കോൾ ചെയ്യുകയാണ്. ഈ റേഞ്ച് കോൾ ചെയ്ത് ഞാൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുകയാണ്. പാരന്തസിസ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്ത് കിട്ടി? സബ് ടോട്ടൽ കിട്ടി. കൊള്ളാം. ഇത് ഒരു മെത്തേഡാണ്, പക്ഷെ ഇത് ഒരു അമച്വർ മെത്തേഡ് എന്ന് പറയാം. നമുക്ക് സബ് ടോട്ടൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഡേറ്റ ഓപ്ഷൻസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ പറഞ്ഞ കോളം സോർട്ട് ചെയ്യണം. അത് ആദ്യം ചെയ്യണം. പ്രൈമറിലി നമ്മൾ സബ് ടോട്ടൽ കണ്ടെത്തുന്നതിന് മുമ്പ് ആദ്യം എന്തായിരുന്നാലും നമുക്ക് വേണ്ട ഏതിലാണോ നമുക്ക് സബ് ടോട്ടൽ വേണ്ടത് ആ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം? സോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ കോളത്തിൽ പ്രൊഡക്റ്റ് ആണ് ഞാൻ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നോർമലി എനിക്ക് സോർട്ട് ചെയ്യാം. ഞാൻ A to Z അല്ലാതെ സോർട്ട് ചെയ്യാണ്, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, A to Z എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് ഞാൻ പോവുകയാണ്. A to Z എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ സോർട്ട് ചെയ്തു. സോ ഓൾറെഡി എല്ലാം ക്ലിയർ ആയിട്ട് സോർട്ടായിട്ട് വന്നു. ആ ലിസ്റ്റ് കൃത്യമായിട്ട് സോർട്ടായിട്ട് വന്നു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ എന്ന് പറയുന്ന ടാബിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സബ് ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സബ് ടോട്ടൽ. ഈ സബ് ടോട്ടലില് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു നല്ലൊരു ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിന്റെ എവിടെ വേണോ, ഏത് സെല്ല് വേണോ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് സബ് ടോട്ടൽ ക്രിയേറ്റ് ചെയ്യാം. സോ Ctrl 4 പോവുക, ലിസ്റ്റ് വെളിയിലാവരുത്, ആ ലിസ്റ്റിനുള്ളിൽ എവിടെയെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുക. സോ സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ടാബ് ഓപ്പൺ ആയി വന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് സബ് ടോട്ടൽ വേണ്ടത്? എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ സെയിൽസ് ആണോ, അതോ പ്രോഡക്റ്റ് ആണോ,
എന്താണ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് സെയിൽസ് വേണം. അപ്പൊ എനിക്ക് വേണ്ട ഏതിലാണ്, പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് വേണം എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഞാൻ അറ്റ് ഈ ചേഞ്ച് ഇൻ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന മാറ്റി ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു. പ്രൊഡക്റ്റ് ആണല്ലോ എനിക്ക് അറിയേണ്ടത്. സോ പ്രൊഡക്റ്റ് കൊടുത്തു. അതിനുശേഷം ഫംഗ്ഷൻ സമ്മ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെയിം. ഓക്കെ കൊടുത്തു. സെയിൽസ് തന്നെയാണ് ഞാൻ, സെയിൽസിന്റെ സമ്മാണ് എനിക്ക് അറിയേണ്ടത് അല്ലെ. എനിക്ക് ഈ സെയിൽസിന്റെ സമ്മാണ് അറിയേണ്ടത്, അല്ലാതെ പ്രൊഡക്റ്റിന്റെയോ യൂണിറ്റിന്റെയോ സെയിൽസ് പേഴ്സണിന്റെ ഒന്നും അല്ല സം അറിയേണ്ടത്, എനിക്ക് സെയിൽസിന്റെയാണ് സം അറിയേണ്ടത്. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. നമ്മൾ സബ് ടോട്ടല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ ലിസ്റ്റിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, സബ് ടോട്ടലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് ഏത് കോളമാണ് എനിക്ക് സബ് ടോട്ടൽ വേണ്ടത്, അതുകൊണ്ട് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്താണല്ലോ എത്ര ബ്ലാക്ക് ഫോറസ്റ്റ്, അതറിയാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് വേണ്ട ഫംഗ്ഷൻ സം ആയതുകൊണ്ട് സമ്മ് ഞാൻ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ സെയിൽസിന്റെ സമ്മാണ് എനിക്ക് അറിയേണ്ടത്, അതുകൊണ്ട് സെയിൽസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ ഈ കോളത്തിന്റെ വിത്ത് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്, ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സബ് ടോട്ടൽ ഓട്ടോമാറ്റിക്കലി വന്നു. എന്ത് എളുപ്പമാണ്, അതും ഡേറ്റ ഉൾപ്പെടെ. ചിക്കൻ റോൾ ടോട്ടൽ 40,740. ഇനി കട്ട്ലൈറ്റ് ടോട്ടൽ 9,057 രൂപയ്ക്ക് വിറ്റു. എഗ് പഫ് 14,892 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും ലെഫ്റ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ സബ് ടോട്ടലിന് മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇതായി കാണും കണ്ടോ, സബ് ടോട്ടലിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഒന്നാമത്തേൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ മാത്രം കാണാൻ പറ്റും. ടോട്ടൽ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു. രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓരോന്നിന്റെയും സമ്മറി കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ഫോറസ്റ്റ് മാത്രം. മൂന്നാമത്തേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. അതുപോലെ രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്യാം, മൂന്നാമത്തേൽ ക്ലിക്ക് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ്. അതുപോലെ നമുക്ക് രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലസ് അടിക്കും. ചിക്കൻ റോൾ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ ചിക്കൻ റോൾ മാത്രം നമുക്ക് കാണിച്ചു തരും. അതുപോലെ നമുക്ക് എഗ് പഫ്സ് മാത്രം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഗ് പഫ്സ് മാത്രം കാണിക്കാം. ഇപ്പൊ ഇതിനകത്ത് എഗ് പഫ്സ് എഗ് മാത്രം നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് സബ് ടോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ ഉപയോഗം. അത് നമുക്ക് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ഈ സബ് ടോട്ടൽ കൊടുക്കുക. റിമൂവ് ചെയ്യാൻ സെയിം ഓപ്ഷൻ, സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, സബ് ടോട്ടലിലോട്ട് പോവുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് റിമൂവ് ഓൾ കൊടുക്കുക. റിമൂവ് ഓൾ കൊടുത്തു കഴിയുമ്പോൾ സബ് ടോട്ടൽസ് റിമൂവ് ആവും. ഓക്കെ, സോ സബ് ടോട്ടൽസ് കഴിഞ്ഞു. അടുത്ത ഫോർമാറ്റ് ലിസ്റ്റ് ഇൻ ടു ടേബിൾ. എങ്ങനെയാണ് ഒരു ലിസ്റ്റിനെ ടേബിൾ ആക്കുക? ഓക്കെ, ഫോർമാറ്റ് ലിസ്റ്റ് ഇൻ ടു ടേബിൾ. ലിസ്റ്റിനെ ടേബിളിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ടേബിളിന് കുറെ ഉപയോഗങ്ങളുണ്ട്. കാര്യം എപ്പോഴും നമ്മളൊരു വലിയൊരു ലിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു ലിസ്റ്റാണ്. ഓക്കെ, ഈ ലിസ്റ്റിൽ ഇപ്പൊ ഞാൻ ഒരു ഫോർമാറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ ഹോമിൽ പോയി അതിന്റെ കളർ, അതിന്റെ കളർ ഞാൻ ജസ്റ്റ് ഒരു ഗ്രേ കളർ, ലൈറ്റ് ഗ്രേ കൊടുത്തു. ഞാൻ ഒരു ഇത് മുഴുവൻ ഞാൻ ചെയ്യുന്നില്ല, കാര്യം നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിലേക്ക് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഇപ്പം ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ ഞാൻ ഇത് ഓൾറെഡി സോർട്ടഡ് ആണ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഞാൻ സോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സോർട്ട് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. സോർട്ട് ഞാൻ റിമൂവ് ചെയ്യുന്നതിലേക്കായിട്ട് ഡേറ്റയിലോട്ട് പോവുക, സോർട്ട് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സോർട്ട് സെലക്ട് ചെയ്യുക. സോർട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഓൾറെഡി സോർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലെവൽസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ആയി, നിങ്ങളുടെ സോർട്ട്സ് എല്ലാം ഡിലീറ്റ് ആയി. പക്ഷെ ഡിലീറ്റ് ആയാലും നിങ്ങളുടെ സോർട്ടിങ് പഴയ സ്റ്റേജിലോട്ട് നിങ്ങൾക്ക് പോയില്ല. സോർട്ട് ചെയ്യുന്നത് നമുക്ക് ഡേറ്റയെ ക്ലിയർ ലിസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് സോർട്ട് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഡിപ്പാർട്ട്മെന്റ് സോർട്ട് ചെയ്യാണ്. ഡിപ്പാർട്ട്മെന്റ് സോർട്ട് ചെയ്യുന്നതിലേക്കായിട്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ സോർട്ട് A to Z കൊടുത്തു. ഇവിടെ ഇപ്പൊ ഒന്ന് ഒരു ചേഞ്ച് നോക്കിക്കോണം, നിങ്ങൾ വരുന്ന ചേഞ്ച്. ആ ഡിസൈനിന്റെ ചേഞ്ച് ആണ് ഞാൻ പറയുന്നത്. ആ ഗ്രേ കളറിലുള്ള ചേഞ്ച് നിങ്ങൾ നോക്കുക. സോർട്ട് A to Z കൊടുക്കുമ്പോൾ അയ്യോ, എന്റെ ഡിസൈൻ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മാറി. സോ ഇത് നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ്. ഈ ടേബിൾ, ഒരു ലിസ്റ്റിനെ ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ടേബിൾ തന്നെ നമുക്ക് ഫോർമാറ്റ് ആസ് ടേബിൾ, ഹോം ടേബിളിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഫോർമാറ്റ് ആസ് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫോർമാറ്റ് ആസ് ടേബിൾ കണ്ടോ,
ഈ ഓപ്ഷനാണ് ഫോർമാറ്റ് ആസ് ടേബിൾ. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലിസ്റ്റിനെ ഒരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ പല ഉപയോഗങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം അത്. ഓക്കെ ഓക്കെ സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് വേണ്ട ടോട്ടൽ ലിസ്റ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. ഇവിടെ ഞാൻ ടോട്ടൽ സെലക്ട് ചെയ്യണം, ആ ലിസ്റ്റ് സെലക്ട് ചെയ്യണം. ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുക്കുന്നു. ടേബിൾ കൊടുത്തിട്ട് ഞാൻ ഒരു ഫോർമാറ്റ് സ്റ്റൈൽ, ഇപ്പൊ എനിക്ക് ഗ്രേ ഇത് ഈ സ്റ്റൈലിലോട്ട് ഞാൻ ചെയ്യുന്നു. അപ്പൊ എന്റെ ടേബിൾ ഹാസ് ഹെഡേഴ്സ്, അവിടെയും ചോദിക്കും മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്, ഹെഡേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിക്കും. ഞാൻ അവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫിൽറ്ററിൽ ചെയ്ത ഒരു ഓപ്ഷൻ പോലെ ഈ ടേബിൾ ക്രിയേറ്റ് ആയി. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടേബിൾ 1, ഇവിടെ എനിക്ക് ആ ടേബിൾ, ഞാനിപ്പോൾ വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരില്ല, ആ ടേബിൾ ഓപ്ഷൻ ഇവിടെ ഇല്ല. അതേസമയം ഞാൻ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ഡിസൈൻ ഓപ്ഷൻ വന്നു. മനസ്സിലാവുന്നില്ല, എനിക്കൊരു ഡിസൈൻ ഓപ്ഷൻ വന്നു. ആ ഓപ്ഷനിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഡിസൈൻ കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് എനിക്ക് ഇതിനകത്തോട്ട് ചെയ്യാനായിട്ട്, ഇപ്പൊ എവിടെ തൊട്ടാണ് ടേബിൾ ആയിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിന്റെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ നിങ്ങൾക്കൊരു ഫോർമാറ്റ് ഒന്ന് കാണുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഓപ്ഷൻസ്, നമ്മൾ നേരത്തെ കൊടുത്തത് നമ്മൾ റിമൂവ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇത് കിടക്കുന്നത്. സോ ഇനി നമുക്ക് ടേബിൾ സെലക്ട് ചെയ്യാം. ടേബിൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഡിസൈനിൽ പോവുക. ഡിസൈനിനകത്ത് നമ്മൾ പറഞ്ഞ ടേബിൾ, അപ്പൊ നമുക്ക് എല്ലായിടത്തും ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ സോ ഇങ്ങനെ ഡിസൈൻ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ റോ എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ, നിങ്ങളുടെ ഈ ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഈ ഹെഡർ, ഫസ്റ്റ് കോളം, ഫിൽറ്റർ ബട്ടൺ, ലാസ്റ്റ്, ഈ ഫിൽറ്റർ ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി. ടോട്ടൽ റോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ വന്നു. ഉണ്ടോ, ഇവിടെ ടോട്ടൽ വന്നു. ഈ ടോട്ടലിനകത്ത് തന്നെ അവിടെയും ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഈ ടോട്ടലിലും ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്, ഇതാ ഈ ഫിൽറ്റർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം അറിയാം, ആവറേജ് അറിയാം, കൗണ്ട് അറിയാം. ഇപ്പൊ ടോട്ടൽ കൗണ്ട് ആണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അതിൽ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് നോക്കാം, മീൻസ് ആവറേജ് ഡേറ്റയാണ്, അതുകൊണ്ട് ആവറേജ് വരുന്നില്ല. സോ കൗണ്ട് നമ്പേഴ്സ് നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും നമുക്ക് എന്തിൽ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് ഫോൺ നമ്പർ ആണ്, ഇതിന്റെ സമ്മ് ഞാൻ കൊടുക്കുകയാണ്, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സമ്മ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, സമ്മ് കൊടുക്കാം. സോ ടോട്ടലി ഉള്ള ഒരു നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ സോ എന്താണ് ഇവിടെ ഈ 3380, അത് ജനറൽ ഫോർമാറ്റിലാണ്. നമ്പർ ഫോർമാറ്റിംഗ് നമ്മുടെ സെല്ലിന്റെ ഹോം ടാബിൽ പോവുക. നിങ്ങളുടെ സെല്ലിന്റെ നമ്പർ ഫോർമാറ്റ്, അതിന്റെ ഇത് ഏതാണെന്നുള്ളത് നിങ്ങൾ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഇത് 0, ഇനി ഡെസിമൽ പോയിന്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡെസിമൽ പോയിന്റ് നിങ്ങൾ മാറ്റി കൊടുക്കുക. സോ അതിനുവേണ്ടി അപ്പൊ ഇപ്പൊ ഇവിടെ സമ്മ് കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഇനിയിപ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ എനിക്ക് കുറച്ചൊരു 4-5 ഡേറ്റയും കൂടെ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഈ ഏറ്റവും കോർണറിൽ വരുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ സോഴ്സ് ഡേറ്റയെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് അങ്ങോട്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഓപ്ഷൻസ് കിട്ടും. കണ്ടോ, കൂടുതൽ ഓപ്ഷൻസ്. ഇവിടെ ഞാനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര കൗണ്ട് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കും. ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ടേബിളിന് പ്രത്യേകം പേര് കൊടുക്കാം. നിങ്ങളുടെ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് മൈ ടേബിൾ എന്നോ നിങ്ങളുടെ ഈ ഒരു മൈ ടേബിൾ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിന് കൃത്യമായിട്ടുള്ള ഒരു പേര് കൊടുക്കാം. എപ്പോഴും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ സോ ടേബിൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പേസ് ഒരു കാരണവശാലും വരാൻ പാടില്ല. സോ നിങ്ങൾ ടേബിൾ 1 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ _01 എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ
സോ അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് എപ്പോഴും ആ ടേബിളിന്റെ ഒരു യൂസ് കിട്ടും. നമ്മൾ ഈ എന്താണ് ടേബിൾ 01 എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടേബിൾ 01 എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് നെയിം ബോക്സിൽ പോയി സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ലിസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് നെയിം ബോക്സിൽ പോവുക, നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിള് ഈ നെയിം ബോക്സിൽ പോവുക, ടേബിൾ സെലക്ട് ചെയ്യുക. സോ ടോട്ടൽ ആ ഒരു ടേബിൾ സെലക്ട് ആവും, ആ ലിസ്റ്റ് സെലക്ട് ആവും. ഇതിങ്ങനെയുള്ള ഒരു ഉപയോഗമുണ്ട്. അതുപോലെ തന്നെ ഡിസൈനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫിൽറ്റർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഓഫ് ചെയ്യാം, നിങ്ങൾക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. അതുപോലെ മറ്റ് ഒരുപാട് ടേബിൾ സ്റ്റൈൽസുകൾ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾക്ക് കസ്റ്റമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ടേബിൾ സ്റ്റൈൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ടേബിൾ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇതിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ടേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, സോ അടുത്തത് ലാസ്റ്റ് വൺ, ഫൈൻഡിങ് ആൻഡ് റിമൂവിങ് ഡ്യൂപ്ലിക്കേറ്റ്സ്. അതിനുവേണ്ടി ഞാനിപ്പോ ഡ്യൂപ്ലിക്കേറ്റ്സിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല ടേബിളിൽ കണ്ടോ. സോ ഞാൻ ആ ടേബിളിൽ ഈ ഒരു സെലക്ഷൻ വന്നിട്ടില്ല, ഫസ്റ്റ് നെയിം മുതലേ വന്നിട്ടുള്ളൂ. അപ്പൊ എനിക്കിത് സോർട്ട് ചെയ്യാൻ പോലും സാധിക്കില്ല. ഓക്കെ, സോ ഇത്രയും ഭാഗമാണ് ആ ടേബിളിലുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഫൈൻഡിങ് ആൻഡ് റിമൂവിങ് ഡ്യൂപ്ലിക്കേറ്റ്സ്. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ്സിനെ കണ്ടെത്തുന്നതെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് കണ്ടെത്താനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കോളം ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് വേണ്ടത് അത്രയും കോളം സെലക്ട് ചെയ്യുക. ഹോം എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക, ഹോം എന്ന് പറയുന്ന ടാബിൽ പോവുക. ഹോമിനകത്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഫോർമാറ്റിംഗ് ഉണ്ട്. ഹോമിനകത്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹൈലൈറ്റ്സ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഡ്യൂപ്ലിക്കേറ്റും ചെയ്യാം, യൂണീക്കും ചെയ്യാം. നമുക്ക് സിമിലർ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ സെലക്ട് ആവും, ഇല്ലെങ്കിൽ സെലക്ട് ആവില്ല. യൂണീക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണീക്ക് ആയിട്ടുള്ളതെല്ലാം, വ്യത്യാസമുള്ളതെല്ലാം സെലക്ട് ആവും. ഇവിടെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എടുക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഞാൻ ഓക്കെ ചെയ്യും. ഇവിടെ ഞാൻ നോക്കുമ്പോഴത്തേക്കും കണ്ടോ, സോറി, അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സോ സെലക്ട് ചെയ്യുക, നിങ്ങൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ പോവുക, ഹൈലൈറ്റില് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എടുക്കുക, അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അതിന്റെ ഫോർമാറ്റിംഗ് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് യെല്ലോ ഫില്ല് വേണോ, റെഡ് ഫില്ല് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പേരുകൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പേരുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കൗണ്ട് നമ്പറുകൾ, അതുപോലെ IFSC കോഡ്സ്, സോറി യൂണിക് IDs, സ്റ്റുഡൻസിന്റെ യൂണിക് IDs, ഇതേപോലുള്ള കാര്യങ്ങളിലൊക്കെ ഫോൺ നമ്പേഴ്സ്, ഇതിലൊക്കെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടോ, ഇമെയില്, ഇതിലൊക്കെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. ഇനി എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടേബിൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക, ഡിസൈനിൽ പോവുക, ടേബിൾ സെലക്ട് ചെയ്യുക, ഡിസൈനിൽ പോവുക. ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ടൂൾസിനകത്ത് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഡ്യൂപ്ലിക്കേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോ ഓപ്പൺ ആയി വന്നിരിക്കുന്ന വിൻഡോയ്ക്കകത്ത് ഏതൊക്കെ കോളംസ് ആണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ കോളംസിലെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നെയിമിലെ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് നെയിം മാത്രം സെലക്ട് ചെയ്ത് ബാക്കിയല്ല, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അൺസെലക്ട് ഓൾ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. സോ 7 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കണ്ടു, അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്, 48 ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒന്നും തന്നെ ഈ ലിസ്റ്റിലോ ടേബിളിലോ ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും തന്നെ ഈ ലിസ്റ്റിലോ ടേബിളിലോ ഇല്ല. ഇങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ്സ് കണ്ടെത്തുന്നത്, റിമൂവ് ചെയ്യുന്നത്. സോ വീണ്ടും ഞാനൊന്ന് ബിഗിനിങ് മുതൽ ഒരു ഓവർവ്യൂ തരികയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് ഇൻസേർട്ടിങ് ഇമേജസ് ആൻഡ് ഷേപ്സ്, ബേസിക് ചാർട്ട്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, കോളം ചാർട്ട്, പൈ ചാർട്ട് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, എക്സൽ ലിസ്റ്റ് എങ്ങനെ, നല്ലൊരു ലിസ്റ്റ് എന്താണ്, ആ ലിസ്റ്റിനകത്തുള്ള ഓപ്പറേഷൻസ് ആയിട്ടുള്ള സോർട്ട്, ഫിൽട്ടർ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്,
എങ്ങനെയാണ് സബ് ടോട്ടൽസ് കണ്ടെത്തുന്നത്, എങ്ങനെയാണ് കസ്റ്റം സോർട്ടിങ്, എങ്ങനെയാണ് ഒരു ടേബിൾ ആയിട്ട് ലിസ്റ്റിനെ കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ്സ് കണ്ടെത്തുന്നത്, എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത വീഡിയോ അല്ലെ നാളെ മുതൽ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള വീഡിയോസ് ആണ്. വൈകുന്നേരം 5 മണിക്കും 5:30ക്കും ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. 5:30 ആയിരിക്കും കൂടുതലും സാധ്യത. സോ എന്താണ് വീഡിയോയിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫങ്ഷൻസ്, എക്സൽ ലിസ്റ്റ് ഫങ്ഷൻസ്, അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഡേറ്റ വാലിഡേഷൻ ഡിഫൈൻ ചെയ്യും. പിവോട്ട് ടേബിൾ, പവർ പിവോട്ട് ടൂൾസ്, അതൊരു വലിയ സബ്ജക്റ്റാണ്, പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യും. മാനേജിങ് ലാർജ് സെറ്റ്സ് ഓഫ് എക്സൽ ഡേറ്റ, വലിയ സെറ്റ് ഓഫ് എക്സൽ ഡേറ്റ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാളത്തെ ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കുക. സോ എൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാങ്ങാണ്ടി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാനുണ്ട്, എൻ്റെ ട്രെയിനിങ്ങിൻ്റെ സ്പീഡ്, എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ക്വാളിറ്റി, ട്രെയിനിങ്ങിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സജഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് വരിക. ഫേസ്ബുക്കിൽ തന്നെ ഇട്ടാൽ മതി. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. തുടർന്നും നിങ്ങൾക്ക് എക്സലിൻ്റെ ഫ്രീ സെഷൻസ് ഉണ്ടാകും. സോ താങ്ക് യു വെരി മച്ച്.